ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ സത്യം പറയട്ടെ, അള്ളാഹിന്റെ പ്രവാചകന്മാർ നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന ആ മഹത്തായ സ്വത്ത് വിതരണം ചെയ്യപ്പെടുന്ന മജ്ലിസ്. അള്ളാഹുവിന്റെ ലോകത്ത് കടന്നുപോയ നല്ലവരിൽ നല്ലവരായ നബിമാർ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവരിൽ നല്ലവരായ പ്രഥമസ്ഥാനീയരായ നബിമാർ, പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം തൊട്ട് മഹാനരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന് വിതരണം ചെയ്ത ആ വലിയ സമ്പത്താകുന്ന ഇൽമ്, അവർ അനന്തര സ്വത്തായി നമ്മളിലേക്ക് ഏൽപ്പിച്ചതെന്ന ആ ഇൽമ്, അത് പ്രസരണം നടത്തുന്ന, അത് വിതരണം ചെയ്യപ്പെടുന്ന, അത് നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ഒരു ധന്യമായ മജ്ലിസാണിത്. അതൊരു ലോക്കൽ മജ്ലിസായിട്ട് കാണണ്ട, ഒരു സിമ്പിൾ പരിപാടിയായിട്ട് കാണണ്ട. ഇതൊരു ബർക്കത്തിന്റെ മജ്ലിസാണ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. എന്തിനേറെ പറയണം, മഹാന്മാർ ഉദ്ധരിച്ചത് കാണാ, വയല് കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവന്, ഇൽമു കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവന് ലോകത്തുള്ള സർവ്വചരാചരങ്ങളും, കാണുന്ന പച്ചിലകളും പക്ഷികളും പറവകളും, എന്തിനേറെ അവന്റെ കാലിന്റെ അടിയിൽ ചവിട്ടിയതായ കല്ലുമണ്ണുകൾ പോലും അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു എന്ന് മുസ്തഫായ റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെയുള്ളൊരു മജ്ലിസാണ്. അപ്പൊ അതിനൊരു ആദബും ഒരു ചന്തവും ഒരു ചേലും. നിങ്ങൾ അതവില്ലാത്തവരാണ്, നിങ്ങൾ അതൊന്നും അറിയാത്തവരാണെന്നല്ല ഞാനീ പറഞ്ഞ്. അങ്ങനെ അർത്ഥം വെക്കണ്ട. ഉസ്താദിലെ പോലെ അർത്ഥം മനുഷ്യനെ അങ്ങനെയും വെക്കാം. എലി പോയി എന്ന് പറഞ്ഞാൽ നാളെ പുലി പോയി നാക്കാം, 6 എണ്ണ എന്ന് പറഞ്ഞാൽ 100 എണ്ണ നാക്കാം. അതാണിപ്പോ കാലം. ഞാൻ നിങ്ങൾ ആ നിലക്ക് പറഞ്ഞല്ല. ഇനി ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത കൊല്ലം വിളിച്ചില്ലെങ്കിലേ അതിന് വലിയ ഗഡിപിടിയൊന്നുമില്ല. അതിനത്രേ പറയാനുള്ളൂ. ഏതായാലും ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കണം. അല്ലാഹു തആല ആദരിക്കാൻ വേണ്ടി പറഞ്ഞതിനെ നല്ലോണം ആദരിക്കണം. അമല് കുറഞ്ഞു എന്നത് അള്ളാഹ്ക്ക് വലിയ ബേജാറുള്ള വിഷയമല്ല. അമല് നല്ലോണം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ കൊടുത്തേൽപ്പിച്ച 50 നേരം നിസ്കാരം അള്ളാഹു കട്ടിൽ പിടിക്കലതിന. നല്ലോണം അമൽ എനിക്ക് വേണം, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് അള്ളാഹ് ചിന്തിച്ചിരുന്നെങ്കിൽ ആദ്യമേ കവറിലിട്ട് കൊടുത്തയച്ച മിഅ്റാജിന്റെ രാത്രി ഈ മാസമാണത്. മുസ്തഫായ റസൂലുള്ളാഹിന്റെ കയ്യിലേൽപ്പിച്ചു 9 നേരം നിസ്കാരം. 1 അല്ല 2 അല്ല 5 അല്ല 10, 50 നേരം നിസ്കാരം. അതേ ഒരു 20 മിനിറ്റ് കൂടുമ്പോ ഓരോരോ വക്തിനെ പോലെ വരുമല്ല. ഒന്ന് ഹരിച്ചെടുത്താൽ, ഒന്ന് ഗുണിച്ചെടുത്താൽ, അങ്ങനെ അല്ലാഹ്ക്ക് ധാരാളം ഇബാദത്ത് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ, അമല് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ഏൽപ്പിച്ചത് പ്രകാരം അവിടെ തന്നെ അല്ലാഹ് നിക്കട്ടിയായിന്. 50 ഒരു കുറവുമില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് പറയട്ടിയായിന്. പറഞ്ഞിട്ടില്ല. നല്ലോണം നോമ്പ് നോക്കിയിട്ട് അല്ലാഹ്ക്ക് ഇബാദത്ത് വേണമെന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലം മുഴുവനും നോമ്പ് നോക്കണമെന്നുള്ള പറയട്ടിയായിരുന്നു. പറഞ്ഞിട്ടില്ല. 12 മാസത്തിൽ only 1 month, ഒരേ ഒരു മാസം. അതായത് ഇബാദത്ത് കുറഞ്ഞാലും പ്രശ്നമല്ല. അല്ലാഹ്ക്ക് അമലുകളുടെ വണ്ണ വലിപ്പം വേണമെന്നത് നിർബന്ധമില്ല. ധാരാളം ഇബാദത്ത് വേണമെന്ന ആ ഒരു ആഗ്രഹം അല്ലാഹ്ക്കില്ല. പക്ഷേ അടിമകൾക്ക് നല്ലോണം വേണ്ട ഒരു കാര്യം, അല്ലാഹ് നല്ലോണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദബാണ്, ബഹുമാനമാണ്. ആദരിക്കപ്പെടേണ്ടതിനെ, അതല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടവരെ നല്ലോണം ആദരിക്കപ്പെടണം, ആദരിച്ചിരിക്കണമെന്ന് അല്ലാഹ്ക്ക് വലിയ നിർബന്ധമുണ്ട്. അതിരിത്തിരി പോലും ഒരു വിട്ടുവീഴ്ച അല്ലാഹ് ചെയ്യുന്നില്ല. ബഹുമാനിക്കപ്പെടേണ്ടതിനെ നല്ലോണം ആലിമീങ്ങൾ, മദ്രസ, പള്ളികള്, ഇതുപോലെയുള്ള ദീനിന്റെ ഷിആറുകളാകുന്ന മജ്ലിസുകള്, ഇതൊക്കെ നല്ലോണം ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിനോട് നല്ല ബഹുമാനം വേണം, റെസ്പെക്ട് വേണം, അതിനോട് നല്ല അദബ് വേണം. മുസ്തഫായ റസൂലുള്ളാഹി, ഉറക്കെ പറയണം, മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും സഹാബികളാകുന്ന തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക്, ശിഷ്യന്മാർക്ക് ആദ്യം പഠിപ്പിച്ചത് പിന്നെ നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, പരലോകത്തെ പറ്റിയല്ല. ആദ്യമായിട്ട് സഹാബത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചത് തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽമി. ആദ്യം പഠിപ്പിച്ചത് അദബാണ്. അദബ് അത് നല്ലോണം നിങ്ങൾ ഫോളോ ചെയ്യണം. പെറ്റുമ്മയോട്, ജന്മം നൽകിയ ബാപ്പയോട്, പ്രായമുള്ളവരോട്, ആലിമീങ്ങളോട്, മുത്തഅല്ലിമീങ്ങളോട്, പള്ളി മദ്രസകളോട്, തങ്ങന്മാരോട്, പ്രായമുള്ള വയസ്സുള്ളവരോട്, ഇതുപോലെയുള്ള ദീനിന്റെ മജ്ലിസുകളോട് ധാരാളം അദബ് വേണോ. അദബ് കുറക്കണ്ട. അതില്ലെങ്കിൽ പിന്നെ എത്ര ഓതിയിട്ടും കാര്യമില്ല.
എനിക്കതവില്ല എന്ന് കണ്ടാ ഞാൻ എത്ര വയല് പറഞ്ഞിട്ടും കാര്യമില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ല എന്ന് കണ്ടാൽ ഞാൻ 40 ഖത്തം ഓതി തീർത്തിട്ടും കാര്യമില്ല. എന്റെ എല്ലാ അമലുകളും നിഷ്ഫലമായി പോകുന്നവരെ ഒരു തെറ്റ, എന്റെ എല്ലാ കർമ്മങ്ങളും ബാത്തിലായി പോകുന്നവരെ ഒരു തെറ്റ, എന്റെ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു തള്ളിക്കളയുന്നവരെ ഒരു തെറ്റ. അത് അദബ് കേടാണ്, ബഹുമാനക്കുറവാണ്. അദബുകേടിൽ വന്നുപോയാൽ ബഹുമാനിക്കപ്പെടേണ്ടവരെ ഞാൻ ബഹുമാനിച്ചില്ല എന്ന് കണ്ടാൽ, ബഹുമാനിക്കപ്പെടേണ്ട ഇതുപോലെയുള്ള മജ്‌ലിസുകളെ ഞാൻ ബഹുമാനിച്ചില്ല എന്ന് കണ്ടാൽ എന്റെ എല്ലാ അമലുകളും അല്ലാഹു തോട്ടിലേക്ക് എറിഞ്ഞു. ഖുർആനല്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഈ സൗണ്ട് പറഞ്ഞെങ്കിൽ കൂടെ അടുത്തേക്ക് പോകേണ്ടി വരും. കുറച്ച് ഇത്ര ഡിസ്റ്റൻസിൽ തന്നെ ഇങ്ങനെ കുറച്ച് സൗണ്ട് വരും. ഓഡിയൻസിന് പോകണമെന്നില്ല. എനിക്ക് നിങ്ങളെ കാണുന്നില്ല. മൊയ്തു വേണ്ട, നല്ല സൗണ്ട്. ഞാൻ അറിയുന്ന ആള് ഭാവിക്കര മൊയ്തു, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെട്ട നല്ല ഓപ്പറേറ്ററും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-8-10 വട്ടം എൻ്റെ പേരിൽ പോയിട്ട് ചായയും ചോറിലും ഉപയോഗിച്ചിട്ടും ഉണ്ടാവും. പണ്ട് 1996-97 ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത്. കാരണം അന്ന് ഞാൻ അവൻ്റെ നാട്ടിൽ ഓതുകയായിരുന്നു മുത്തല്ലിമായിട്ട് ഭാവിക്കരെ. അല്ലാഹു തആല നാട്ടുകാർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. പിന്നെ ഞാൻ മൈക്കിൻ്റെ ഈ സൗണ്ടിൻ്റെ വിഷയത്തിൽ ബയ്യ പോകുമ്പോൾ തരുന്ന പൈസ കുറഞ്ഞൊന്നും നമുക്ക് വലിയ ബേജാറാകുന്നില്ല. കുറക്കണ്ട, വിഷയം ചെല്ലേ. സൗണ്ട് അപ്പുറപ്പുറമായി നമുക്ക് നല്ലോണം ബുദ്ധിമുട്ടാണ്. ഈ പുസ്തകം നോക്കിയാൽ എത്ര വലിയ സൗണ്ട് എടുത്തിട്ട് ഉസ്താദ് പ്രസംഗിച്ച്. സത്യം പറഞ്ഞ ഉസ്താദിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയും. പല കാര്യങ്ങളും ഉസ്താദുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നവരാണ്. പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഇവിടെ ഒരു മൂലയിൽ ഹുത്തുബോധിയിട്ടിരിക്കുന്നതോ കണ്ടതിക. അങ്ങനെ ഇരിക്കേണ്ട ആളൊന്നുമല്ല. ഞാൻ ഇരുത്തിയിട്ട് സ്തുതി പറയുന്നതുമല്ല, അത് ഇഷ്ടപ്പെടുന്ന ആളുമല്ല. എന്നാലും ഓരോരുത്തരെ അറിയേണ്ടവരല്ലേ അറിയോ. ആരാണ് അല്ലാഹു തആല വലിയൊരു മഹാന്റെ മോനായി ജനിച്ചു. നല്ലൊരു പണ്ഡിതനാണ്, പ്രഗത്ഭനാണ്. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ ക്ഷീണവും എല്ലാ രോഗവും അല്ലാഹു ഈ നല്ല മുഅ്മിനീങ്ങളുടെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. മഹാനരായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ മദദും ബർക്കത്തും അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അല്ലാഹു 2 ലോകത്തും നൽകട്ടെ. സൗണ്ട് കുറച്ച് റാഹത്താക്കണം. എന്തറിയോ, ഞങ്ങൾക്ക് നാളെയും സൗണ്ട് എടുക്കണോ മറ്റൊന്നും എടുക്കണോ? അല്ല, അത് മാത്രമല്ല, ഈ സൗണ്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഉള്ള ആരോഗ്യം ഇല്ലാണ്ടാകും. ഒരു മനുഷ്യന്റെ ആരോഗ്യം ഏറ്റവും കൂടുതൽ കുറയുന്നത് സൗണ്ട് എടുക്കുമ്പോൾ, ശബ്ദം എടുക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ. സംസാരം കുറച്ചു കഴിഞ്ഞാൽ പാപങ്ങൾ കുറയുന്ന മാത്രമല്ല, അവൻ രക്ഷപ്പെട്ടു എന്ന് മുസ്തഫായ റസൂലുള്ളാഹി. മൻ സമത നജാ വഫീ റിവായത്തിൻ മൻ സകത നജാ. മൗനം പാലിച്ചവൻ, മിണ്ടാണ്ടിരുന്നവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഹദീസിന് വിശാലമായ അർത്ഥമുണ്ട്. ആരോഗ്യപരമായി രക്ഷപ്പെട്ടു. തെറ്റുകുറ്റങ്ങളിൽ നിന്നിട്ട് തെറ്റുകുറ്റങ്ങൾ അധികരിക്കുന്നതിൽ നിന്നിട്ട് രക്ഷപ്പെട്ടോ. ഫിത്ന ഫസാദ് പറയുന്നതിൽ നിന്ന്, ചീത്ത പറയുന്നതിൽ നിന്ന്, കളവ് പറയുന്നതിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ടോ മിണ്ടാണ്ടിരുന്നാൽ. അതുകൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങള് എപ്പോ നോക്കിയാലും ദിക്റൗറാദ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ, ഓത്തും ബൈത്തും കഴിഞ്ഞാൽ, പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും കഴിഞ്ഞാൽ പിന്നെ മഹാനരുടെ മനാഖിബ് പറയുന്ന, ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം, മഹാനർ മിക്ക സമയത്തും തന്റെ വായിന്റെ അകത്തൊരു കല്ലിട്ടിട്ട് നടക്കുമായിരുന്നു. കല്ല് വായിലെപ്പോഴും ഒരു കല്ലിങ്ങനെ കടിച്ചു പിടിച്ച് നടക്കും. ഒരു കല്ല്. അപ്പൊ ആരോ ചോദിച്ചു, എന്താ തങ്ങളെ നിങ്ങളെ വായില് കല്ല്? ഓതിക്കഴിഞ്ഞാൽ, നിസ്കരിച്ചു കഴിഞ്ഞാൽ, മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മഹാനർ വായി തുറക്കലില്ല. വായിക്കകത്ത് കല്ല്. അവിടെ നിന്ന് ചോദിക്കപ്പെട്ടു, വല്ല തങ്ങള് എന്തേ നിങ്ങളെ വായിലെ കല്ല് എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു, അതേ, അധികം സംസാരിച്ചിട്ട് ഉള്ളാമലും ബെടക്കാക്കണ്ടാലോ, മറ്റുള്ളവന്റെ എണ്ണിയിട്ട് ഇറച്ചി തിന്നിട്ട് പാപം കൂട്ടണ്ടാലോ, അല്ലാഹു പൊരുത്തപ്പെടാത്തതിന് നാവ് ചലിപ്പിക്കണ്ടാലോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വായിക്കകത്ത് കല്ലിട്ടത് എന്ന് മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങൊന്നും ഉണ്ടെന്നേ ഇല്ല. കുഞ്ഞാൽച്ചാന്റെ മോനല്ലാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ്. നിങ്ങൾ നല്ല ഉഷാറിൽ ചെല്ലുമ്പോ ആ സൗണ്ട് കേൾക്കുമ്പോ ഞങ്ങൾക്കൊരു റാഹത്താണ്. എന്താ പറയുക, ഞങ്ങൾക്ക് റാഹത്താണോ?
നിങ്ങളെല്ലാം കേൾക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ റീപ്ലൈ തരുന്നു എന്നാകുമ്പോൾ ഞങ്ങൾക്കൊരു റാഹത്താണ്. ഞങ്ങൾ നല്ലോണം ക്ഷീണവും മൈക്കിൻ്റെ ഇതിൽ സൗണ്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് നല്ലോണം ക്ഷീണമാണ്. ആ ക്ഷീണം ഞങ്ങൾ മറക്കുന്ന തന്നെ നിങ്ങൾ റീപ്ലേയില്, നിങ്ങൾ ആ ഒരു സൗണ്ടില്, നിങ്ങൾ ആ ഉറക്കെയുള്ള സ്ഥലത്തില് ആമീനില്. ഇത് ഞാനേ ക്ഷീണിച്ചിട്ട് എന്നെക്കാളും വലിയ നല്ലോണം ക്ഷീണിച്ചിട്ട് പാടിയിട്ട് നിങ്ങൾ ഇരുന്നെങ്കിൽ പിന്നെ എന്താക്കട്ടെ? നിങ്ങൾ നല്ല റാഹത്തിൽ ചെല്ലണം. അല്ലാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള് അവിടെ നിന്ന് സംസാരം അനാവശ്യം വന്നു പോകുന്നതിൽ നിന്നിട്ട് വായിക്ക് കല്ലിട്ടു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ. വിശുദ്ധ ഖുർആനിൽ അതേ രണ്ടിലെ രണ്ടാമൻ മുസ്തഫായ റസൂലുള്ളാഹി ഒന്നാമൻ, രണ്ടാമൻ സിദ്ദീഖുൽ അക്ബർ ആണെന്ന് പറഞ്ഞിട്ട് വാഴ്ത്തപ്പെട്ട മഹാൻ. ലോകത്തിന്റെ എല്ലാമായ ഒന്നാം നമ്പർ മുഅ്മിന. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മുഅ്മിന, അള്ളാന്റെ സ്വർഗം ഉറപ്പിക്കപ്പെട്ട മഹാൻ. എന്നിട്ട് പോലും ആ മഹാൻ അനാവശ്യങ്ങളും മിണ്ടണ്ടാലോ സംസാരിക്കാണ്ടാലോ എന്ന് കരുതിയിട്ട് വായില് കല്ലിട്ട് നടക്കുമായിരുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇങ്ങനെല്ലാം പോണോ വേണ്ടാത്തൊന്നും വന്നോണ്ട, അനാവശ്യം സംസാരിച്ചോണ്ട, ആരും ഇറച്ചി തിന്നൊരവസ്ഥ എന്റെ നാവില് വന്നോണ്ടെന്ന് അറിഞ്ഞിട്ട് ബായിക്ക് കല്ലിട്ടിട്ട് നടന്നിന്. ആര്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ആ കണക്ക് വെച്ച് നോക്കുമ്പോ നമ്മളെ പോലത്തെ ബായിന്റെ ഉള്ളിൽ ജല്ലിയെ കയറ്റേണ്ടി വരും അല്ലേ? ഞമ്മ എണ്ണുന്ന തന്നെയല്ലേ? ഞമ്മ മഹാന് ദിക്റും ഔറാദായിട്ട് പോയി. നമുക്ക് മറ്റുള്ളവനെ പറ്റി അഭിപ്രായം പറയാനല്ലാതെ സ്വന്തത്തെ പറ്റി പറയാനും ചിന്തിക്കാനും നേരമില്ല. മറ്റുള്ളവന്റെ തണ്ടൽ തന്നെ പള്ളിയിലായാലും പറമ്പിലായാലും ബജാറിലായാലും എപ്പോ ഏത് നേരത്തായാലും മറ്റുള്ളവൻ്റെത് പറയണമെന്നതല്ലാതെ ഞങ്ങളെ മനസ്സിൽ വരുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സംസാരം നല്ലോണം കുറക്കണോ, ആവശ്യത്തിന് മാത്രം സംസാരിക്കണോ. സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നത് വലിയ നല്ല സ്വഭാവമല്ല. ഏതോ ഒരിടത്ത് വേദന പോയിട്ടാകുമ്പോ ഒരമ്മായി ഒരു 313 ഉറുപ്പയോ 313 756 ഓർമ്മന്നില്ല, ഏതായാലും നല്ലൊരു പൈസയും ഒരു കടലാസിൽ ഒരു കുറിപ്പും കൊടുത്തയച്ചു. എന്തറിഞ്ഞ അമ്മ ഏതിനാ കടലാസില്? പുതിയ വന്ന പുതിനാട്ടി മരുമോളൊന്നും മിണ്ടുന്നേയില്ല, ഒരു പൊട്ടി പോലത്തോ കാര്യമായിട്ട് ഇതുവരക്കണോ. സത്യം പറഞ്ഞ അങ്ങനത്തെ പുതിനാട്ടിനെ കിട്ടണമെങ്കിൽ എത്ര ഭാഗ്യം വേണം. ഇവിടെ നമ്മളെ ഭാര്യ വായി തുറക്കുന്ന ആ ഒരു ഗജ പോകാലും 3300 കൊടുക്കാൻ വേണ്ടി തീർച്ചയാക്കിയിട്ടുള്ളത്. ഒരിക്കൽ ബായ് ബന്ധാക്കിനെ നല്ല ഉണ്ടായി. നിങ്ങൾ ചിരിക്കുന്നതാണെങ്കിൽ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തോടെ ആ അമ്മായി നല്ലോണം മുണ്ടുന്നേ ഇല്ല, എന്ത് മുണ്ടുന്നേ തീരെ മുണ്ടുന്നില്ല എന്നല്ല, പൊട്ടിയല്ല, ആവശ്യത്തിന് മാത്രം മുണ്ടുന്നു. അങ്ങനത്തെ പെണ്ണിനെ കിട്ടണ എത്ര ഭാഗ്യം പോണോ. അത് ശരിയായിട്ട് അമ്മായിക്ക് പിടിച്ചിട്ട് അതിന് 313 രൂപ ദ്വാരക്കണം നന്നായിട്ട് മുണ്ടാന് ബളബളാന്നാക്കാനും. സത്യം പറയട്ടെ, അങ്ങനെ സംസാരം കുറയുക എന്നത് വലിയ ഭാഗ്യമാണ്. അത് മിനിങ്ങളെ സ്വഭാവം. ഉമ്മിനീങ്ങൾ കൂടുതൽ സംസാരിക്കില്ല. അവർ അല്ലാഹ്ക്ക് വേണ്ടി മാത്രമേ നാവ് ചലിപ്പിക്കാം, സത്യത്തിന് മാത്രമേ നാവ് ചലിപ്പിക്കാം. അവരെ വായ അവർ തുറക്കുന്നെങ്കിൽ, നാവനക്കുന്നുവെങ്കിൽ, സംസാരിക്കുന്നുവെങ്കിൽ നല്ലത് മാത്രമാണ്. അവർ കളവ് പറയില്ല, അവർ ചീത്ത പറയില്ല, ഫിത്ന ഫസാദ് പറയില്ല, ഒരാളെയും അവർ തമാശയാക്കില്ല. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയം അതല്ല, ഞാൻ കരുതിയ വിഷയം അതല്ല. സാന്ദർഭികമായി ആമുഖമായി തുടക്കം എന്ന നിലക്ക് ഞാൻ പറഞ്ഞു പോയതാണ്. സംസാരം എന്നത് കുറക്കേണ്ട സംഗതിയാണ്. അത് ഓവറായിട്ട് മിണ്ടേണ്ടതുമല്ല, ഓവറായിട്ട് എടുക്കേണ്ടതുമല്ല. അല്ലാഹു എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഖൈറ് നൽകട്ടെ. എക്കോ വേണ്ട, ഈ ലൈറ്റുള്ളനെ കൊണ്ടോ എനക്ക് കാണുന്നേയില്ല, മൊയ്തിനൊന്നും കാണുന്നേയില്ല. മൊയ്തിന്റെ ഇപ്പുറത്ത് നല്ല ചന്തത്തിന്റെ 2 ഓപ്പറേറ്റർ ഇരിക്കട്ടെ. അത് ലൈവിന് ബുദ്ധിമുട്ടോ, നീ അപ്പുറപ്പുറാക്കണ്ട, അല്ല നീ തുറണ്ട, ഇരിക്കട്ടെ വിട്. നിങ്ങളെ ഞാൻ ഏറെ ഇങ്ങനെ ഇരുത്തിയത് എന്നറിഞ്ഞ, ഒന്നാമത് മജ്‌ലിസ് ഒന്ന് റാഹത്താട്ടുന്നു, രണ്ടാമത് നിങ്ങളെ കാണുന്നേയില്ല, കടപ്പുറത്ത് വേലയല്ലോ വലം പോയിട്ട്. ഇത് പിന്നെ ഇപ്പൊ എല്ലാവരും കാണുന്ന മാഷാ അല്ലാഹ് നല്ല ക്ലാരിറ്റി അല്ല, ലൈവ് എല്ലാം ഉണ്ട്. ഇപ്പൊ അതിന്റെ ലോകമാണല്ലോ നമ്മളെ ഫിദ. മാഷാ അല്ലാഹ് നല്ല ലൈവ്. അല്ലാഹു തആല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉസ്താദ് അടക്കമുള്ളവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ ലൈവ് എല്ലാം കാണുന്ന കുറെ ആളുണ്ട്. ഈ മതപഠനം, ഈ ദീനി സദസ്, ഈ മജ്‌ലിസ്, ഈ വേല പരിപാടി ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ഒരുപാട് നാട്ടുകാരുണ്ട്, ഗൾഫുകാരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതം അല്ലാഹു പ്രയാസങ്ങളില്ലാതെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്, ഇത് തേടി പോണം. ഞമ്മോ
അത് അവർ വെക്കുന്ന പരിപാടിയല്ലേ, ഓർ വെക്കുന്ന പരിപാടിയല്ലേ, അത് കൊല്ലം കൊല്ലം വെക്കുന്നതല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിമ്പിളാക്കാൻ പാടില്ല. ഇത് വലിയ കാര്യമാണ്, ഇത് വലിയ അമലാണ്, ഇത് വലിയൊരു ഇബാദത്താണ്. ഇത് പ്രവാചകന്മാരുടെ സ്വത്തുകൾ വിതരണം ചെയ്യപ്പെടുന്ന സമയമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ ശേഷം, മരണശേഷം മദീനയിലെ പുറത്തേക്ക് ഒന്ന് പോവുകയാണ്. മദീന ബജാറിന്റെ പുറത്തേക്ക് പോന്നു. പോയിട്ട് അങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ പോകുമ്പോ ബജാറിന്റെ പുറത്ത് കുറെ ആൾക്കാർ കച്ചവടത്തിലാണ്, കുറെ ആൾക്കാർ ബിസിനസ്സിലാണ്, ജോലിയിലാണ്, കുറെ ആൾക്കാർ അങ്ങനെ സംസാരത്തിലാണ്, പലരും പല തിരക്കുകളിലാണ്. ഈ രംഗം അബൂ ഹുറൈറ തങ്ങൾ കണ്ടപ്പോ അബൂ ഹുറൈറ തങ്ങള് ആ മദീനവാസികളെ വിളിച്ചിട്ട് പല ജോലികളിലും പല തിരക്കുകളിലും വ്യാപൃതരായ മുഴുകിപ്പോയ ജനങ്ങളെ വിളിച്ചിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ജനങ്ങള് നിങ്ങളെ എത്ര വല്ല ഭാഗ്യം കെട്ടവരാണ്. അവിടെ മദീനത്തെ പള്ളിയിലതാ നബി തങ്ങൾ അനന്തര സ്വത്ത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. നബി തങ്ങളുടെ അനന്തര സ്വത്ത് പലർക്കും അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടേ, നിങ്ങൾക്കത് വാങ്ങണ്ടേ? തങ്ങൾ പറയേണ്ട താമസം പീഡിയയിൽ കുത്തിരിക്കുന്നവർ ഷട്ടർ താത്തി, കാരക്ക കച്ചവടക്കാരെ കെട്ടും പൂട്ടി മന്ദാക്കി, സംസാരിക്കുന്നവർ സംസാരങ്ങളെല്ലാം നിർത്തിയിട്ട് മദീന പള്ളിയിലേക്ക് ഓടുന്നു. നബി തങ്ങൾ അനന്തര സ്വത്ത് വിതരണം ചെയ്യപ്പെടുകയാണല്ലോ, അത് വാങ്ങണമല്ലോ, അത് ഞങ്ങൾക്കും വേണമല്ലോ, അത് കിട്ടണമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും അബൂ ഹുറൈറ തങ്ങളെ വിഷയം കേട്ടിട്ട് അങ്ങോട്ട് ഓടുകയാ. സുബ്ഹാനല്ലാഹ്. ആ നാട്ടുകാർ അവിടെ ചെന്നിട്ട് അങ്ങനെ നോക്കുമ്പോ അവിടെ എവിടെയും സ്വത്ത് വിതരണം ചെയ്യുന്ന കാണുന്നില്ല. കുറെ ആൾക്കാർ 5, 8, 10, 30 ആള് നിസ്കരിക്കുന്ന കാണുന്ന, ഒരു 10, 28 ആള് ഖുർആൻ ഓതുന്ന കാണുന്ന, 10, 30, 35 ആള് തസ്ബിന്റെ മാല പിടിച്ചിട്ട് ദിക്റെടുക്കുന്ന കാണുന്ന, 1, 2 ആൾക്കാർ, ഒരു 10, 20 ആൾക്കാർ അവിടെ കിതാബ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന കാണുന്ന, നബി തങ്ങളെ ഹദീസ് അങ്ങനെ പഠിക്കുന്ന കാണുന്ന. സ്വത്ത് വിതരണം ചെയ്യുന്നത് കാണുന്നില്ല. ദീനാറും ദിർഹമും നോട്ടുകെട്ടും കൊടുക്കുന്നത് കാണുന്നില്ല. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണല്ലോ, സ്വത്ത് വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന്, അതൊന്നും കാണുന്നില്ല എന്നായപ്പോ അവര് വന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ എവിടെയാ? ഞങ്ങള് പോയല്ലോ, അവിടെ നബി തങ്ങൾ അനന്തര സ്വത്തൊന്നും വിതരണം ചെയ്യപ്പെടുന്നില്ലല്ലോ. നീ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ, നീ ഞങ്ങളെ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണല്ലേ. അവിടെ കുറെ ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഓതുന്നുണ്ട്, അതോടൊപ്പം ഒരു 10, 20, 35 ആള് അവിടെ അതാ ഇൽമു പഠിക്കുന്നുണ്ട്. അതല്ലാതെ വേറൊന്നും ഞങ്ങൾ കണ്ടില്ല. എവിടെയാണ് അവിടെ അനന്തര സ്വത്ത് കൊടുക്കപ്പെടുന്നത്? ആരാ കൊടുക്കുന്നുള്ളത് എന്ന് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ച നേരം അബൂ ഹുറൈറ തങ്ങൾ അവരോട് പറഞ്ഞു, മാ റഅയ്തുമൂ ഹുവ മീറാസുൻ നബിയ്യ്. നിങ്ങൾ അവിടെ കണ്ടില്ലേ? അവിടെ ദീനി വിജ്ഞാനം പരസ്പരം പകർന്നു കൊടുക്കുന്നത് കണ്ടില്ലേ? ചൊല്ലിക്കൊടുക്കുന്നത് കണ്ടില്ലേ? ഇൽമു വഅല് പറയുന്നത് കണ്ടില്ലേ? ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് കണ്ടില്ലേ? ഹുവ മീറാസുൻ നബിയ്യ്. അതന്നെയാണ് നബി തങ്ങളെ അനന്തര സ്വത്ത്, അതന്നെയാണ് നബി തങ്ങളെ അനന്തര സ്വത്ത്. അല്ലാതെ നബിമാർക്ക് വേറെ ദീനാറോ ദിർഹമോ ലം യുവരിസു ദീനാറോ വലാ ദിർഹമോ. അവരവിടെ അനന്തരമായിട്ട് ഉപേക്ഷിച്ചു പോയത് നോട്ടുകെട്ടുകളല്ല, പൊന്നുവെള്ളിയല്ല, ദീനാറ് ദിർഹമല്ല, ഇൽമാണ്. അത് പ്രവാചകന്മാർ താവഴയായി നമ്മളിലേക്ക് കിട്ടിയ അനന്തര സ്വത്താണ്. അത് എവിടെ കണ്ടാലും നിങ്ങൾ പിറക്കിയെടുക്കണോ, അവിടെ പോയിട്ടിരുന്ന് കേട്ടോളണോ, പഠിക്കണോ. അതുകൊണ്ടാണ് ഈ മജ്‌ലിസ് സ്വർഗത്തിന്റെ തോപ്പായി. നാളെ ഇൻഷാ അല്ലാഹ് റാത്തിബ് ഉണ്ടാവും പള്ളിയിൽ, അല്ലേ? അജ്മീർ മൗലിദ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലേ? 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 നിങ്ങളോടും തലാട്ടി, നിങ്ങൾ ഇങ്ങനെ ബേജാറിൽ ഊതിയ പുക പോലെ ഇങ്ങനെ ദമ്മു പിടിച്ചിട്ട് തല നാട്ടിക്കോൾ. നാളെ മൗലിദ് എന്തെങ്കിലും ഇല്ലേ? ഉണ്ടെങ്കിൽ ആ മൗലിദിന് കൂടി 1000 ആളെ നോക്കിയിട്ട് റസൂലുള്ള മജ്‌ലിസ് പിന്നെ സ്വർഗത്തിന്റെ തോപ്പിലാണ് എന്ന് പറഞ്ഞിട്ടില്ല.
മൗലിദിന്റെ സദസ്സാണ്. ദിക്ർ ചൊല്ലുന്നവരെ മജ്ലിസ് ഉണ്ടാവും. അതിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വർഗ്ഗത്തിന്റെ തോപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഖത്തം ഓതുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വർഗ്ഗത്തിന്റെ മജ്ലിസാണെന്ന് പറഞ്ഞിട്ടില്ല. നിസ്കരിക്കുന്നവരുടെ കുറെ ആൾക്കാരുടെ കൂട്ടങ്ങൾ ഉണ്ടാവും. അത് നോക്കിയിട്ടും റസൂലുള്ളാഹി സ്വർഗ്ഗത്തിന്റെ മജ്ലിസാണെന്ന് പറഞ്ഞില്ല. അതേസമയം ഈ മജ്ലിസ് ആണുങ്ങളായ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട ഈ പ്രത്യേകമായ മജ്ലിസ്, ഉമ്മ പെങ്ങന്മാര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട പ്രത്യേകമായ മജ്ലിസ് ഇല്ലേ? പെണ്ണുങ്ങൾക്ക് ഇല്ലേ പ്രത്യേക സ്ഥലമില്ലേ? അല്ല, നോട്ടീസിൽ പണ്ടേ അടിച്ചിന് മാത്രം. സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പണ്ടേ അടിക്കുന്ന ഒരു സമ്പ്രദായമാണ്. എല്ലാ പ്രസ്സിലും ഉണ്ടാവും ഒരു അച്ചി, ഒരു കുത്താണ്. സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം. ഏടെ പ്രത്യേക സ്ഥലം? തെങ്ങിന്റെ ചോട്ടിൽ. ഇവിടെ അങ്ങനെ അല്ലല്ലേ? ഒന്നൊക്കെല്ലോ അതിനെ സൗകര്യമാക്കണോ, അല്ലെങ്കിൽ ഇന്ന് കീറി മുറിച്ചിട്ടെടുക്കണേ നോട്ടീസ്. അല്ല, അൽഹംദുലില്ലാ ചിലയിടത്തെല്ലാം അങ്ങനെ അല്ല. ആണുങ്ങൾക്ക് വലിയ ജഗവക. പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞു? പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ട്, നല്ലോണം പോകണമെന്നില്ല. 4 ആളെ മതി, ഇരുത്തും പോലെ ഇരുത്തിക്കൊള്ളണം. കാരണം അവരും നമ്മളെ വിളി കേട്ടിട്ട് വരുന്നതാണ്. ഏതായാലും ആകട്ടെ, ആ പെണ്ണുങ്ങൾ ഇരിക്കുന്ന സ്ഥലം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഈ ഇൽമിന്റെ മജ്ലിസ്, ആണുങ്ങളായ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഈ പ്രത്യേകമായ സദസ്സ്, ഇത് ഈ സമയം എന്താ? ഈ സമയം ഇത് കുഞ്ഞിക്കാണ മദ്രസന്റെ മുറ്റമല്ല. ഇത് സ്വർഗത്തിന്റെ ഭാഗമാണ്. ഇവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു. അവനതാ ദുആരക്കുമ്പോ ഉത്തരം ചെയ്യുന്നു. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ഇത് ചെറിയ പരിപാടിയല്ല, സിമ്പിളായിട്ട് കാണാൻ കഴിയാം. നമ്മൾ തന്നെ അല്ലേ നടക്കട്ടെ, നാളെ പോവാം, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, പോയിട്ട് തന്നെ പോകണമെന്നുണ്ട്. ലൈവ് ഉണ്ടല്ലേ, നടന്ന് കാണാം. ലൈവ് കണ്ടെങ്കിൽ വയല് കേൾക്കാൻ കഴിയും, ലൈവ് കണ്ടെങ്കിൽ പഠിക്കാനും കഴിയും. ലൈവ് കണ്ടിട്ട് വയല് കേട്ടെങ്കിലും പഠിച്ചെങ്കിലും കൂലിയും കിട്ടും. പക്ഷേ സ്വർഗത്തിന്റെ തോപ്പാകുന്ന ഇവിടെ വന്നിട്ടിരുന്ന കൂലി കിട്ടാല. അത് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇതെന്ത് സ്വർഗത്തിന്റെ തോപ്പായ ഇവിടെന്തോ ഊരളിങ്ങളുണ്ട് നിങ്ങൾക്ക് കാണുന്ന അങ്ങോക്കണ്ട. അത് ഊരുളിങ്ങളെക്കാളും മേലെയായവരാണ്. നല്ലവരാണെങ്കിൽ നാളെ സ്വർഗലോകത്ത് ഊരുളിങ്ങൾ അവരെക്കാളും താഴെ നീച്ചേ. അവരെ നോക്കണ്ട. ഇത് സ്വർഗത്തിന്റെ തോപ്പായത്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു, അവന്റെ ഔദാര്യം ഇറങ്ങുന്നു. നിങ്ങളെ ഇടതും വലതും മുന്നിലും പിന്നിലും മാലാകമാരുണ്ട്. നിങ്ങളിപ്പോ മലായിക്കത്തീങ്ങളെ പ്രൊട്ടക്ഷനിലാണ്, അവരുടെ ചിറകിന്റെ അടിയിലാണ്. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ. ഉമ്മ കേൾക്കണോ, പെങ്ങളെ കേൾക്കണോ, നിങ്ങൾ എല്ലാവരും കേൾക്കണോ? സ്വഹീഹായ ഹദീസാണ്. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബിസ്നാദിൻ ഹസൻ, സ്വഹീഹായ ഹദീസാണ്. മഹാൻ പറയുകയാ, മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അബൂദർ ലഅൻ തഅദുവാ ഫതഅല്ലമ ബഅബൻ മിനൽ ഇൽമി ഉമില ബിഹി ഔ ലം യുമൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ. അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു പാഠം, ഇൽമിന്റെ ഒരു ഭാഗം അല്ലാഹുവിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച്, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഭാഗം നീ അങ്ങ് പഠിച്ചു പോയാൽ, നീ എങ്ങാനും 1 മണിക്കൂർ ഇരുന്നിട്ട് പഠിച്ചു പോയാൽ, കേട്ടുപോയാൽ, ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ. നിനക്കത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്ക കൂലിയുള്ള അമലാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. അപ്പൊ ഇത് ചെറിയ സംഗതി അല്ല, വലിയ അമലാണ്. പിന്നെ ഇത് കേൾക്കണമെങ്കിൽ, ഇവിടെ വന്നിട്ട് ഇരിക്കണമെങ്കിൽ അവന് ആരോഗ്യം മാത്രം പോരാ. ഇവിടെ വന്നിട്ട് ഇരിക്കണമെങ്കിൽ, ഇവിടെ ഒന്ന് എത്തി നോക്കണമെങ്കിൽ, ഇവിടെ വന്നിട്ട് കേൾക്കണമെങ്കിൽ അവന് മനസ്സുണ്ടായാൽ മാത്രം പോരാ. അവൻ ആദ്യം വേണ്ടത് അള്ളാന്റെ തൗഫീഖ്. കാരണം എന്തേ? ഇത് വലിയ ഇബാദത്താണ്. ഇബാദത്തെടുക്കാൻ ആദ്യം വേണ്ടത് മനസ്സും ആരോഗ്യവും അല്ല, അള്ളാന്റെ തൗഫീഖ് ആദ്യം പോകണം. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നെങ്കിൽ ഇപ്പൊ ഈ നാട്ടിൽ എത്ര ബാല്യക്കാരുണ്ട്? ആകെ 8 ആളുണ്ട്. ഇവിടെ 8 ബാല്യക്കാരുള്ള ഈ നാട്ടിൽ എത്ര വയസ്സന്മാരുണ്ട്? ആകെ 13 ആളുണ്ട്. വയസ്സന്മാർ 13 വയസ്സന്മാരുള്ള ഓക്കാ. ഈ നാട്ടിൽ എത്ര ബാല്യക്കാരുണ്ട്, എത്ര വയസ്സന്മാരുണ്ട്, എത്ര ആൾക്കാരുണ്ടെന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയണ. നാളെ രാത്രി ഈ സ്റ്റേജിൽ ഒരു ഡേ നൈറ്റ് മാച്ച് വെച്ചാൽ മതി. ഡേ നൈറ്റ് ഫെഡ് ലൈറ്റ് മാച്ച്, ഒരു 20-20
ഇനി പെണ്ണുങ്ങളുടെ ക്രിക്കറ്റ് വെച്ചെങ്കിൽ ചെല്ലേ വേണ്ട, ഇവിടെ പഞ്ചായത്ത് ഫുള്ളവർ അത്ര ആളുടെ ഇട. പക്ഷെ നാളെ വരും. കാരണം എന്താ, നാളത്തത് സ്വർഗത്തിന്റെ തോപ്പല്ല, നാളത്തെ വയലിൻ്റെതല്ല. ഞാൻ പറഞ്ഞേ, നീ ക്ലിപ്പ് വരുമ്പോൾ ഞാൻ അപ്പുറപ്പാക്കിണ്ട. നാളത്തെ ഈടെ നടക്കുന്ന വയലിന്റെ വിഷയമല്ല. നീന് പകരം വേറെന്തും കളികളോ മറ്റോ ആണെങ്കിൽ അതല്ലാ വരുത്തപ്പെടുന്ന കാര്യമല്ലല്ല, അതല്ലാ ഇഷ്ടമുള്ള കാര്യമല്ലല്ല, അത് ദുനിയാവിൻ്റെതല്ലേ. അപ്പൊ അതിന് ആള് കൂടോ? അതിന് അല്ലാന്റെ തൗഫീഖില്ല. അതിന് ഇബ്ലീസ് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കോ. ഇബ്ലീസ് എല്ലാ സൗകര്യവും ഫെസിലിറ്റിയും സൗകര്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ പോരാ. ഈനാദ്യം വേണ്ടത് അല്ലാന്റെ തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിച്ച വലിയ ഭാഗ്യവന്മാരാണ് നിങ്ങള്. അല്ലാഹു മരണം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അവസരം നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. നമ്മ ബേജാറാക്കലുണ്ട്. അങ്ങനെ അറിഞ്ഞ 8 മണിയോളം ആടനുണ്ടായിന്, മൊബൈലിൽ മുണ്ടുന്നുണ്ടായിന്. മുമ്പ് അവനെ കണ്ടിട്ടില്ല. വേലിന്റെ അടെ കാണാലേ. കാണണമെങ്കിൽ അല്ലാന്റെ തൗഫീഖ് വേണോ? ഞമ്മ വിചാരിച്ചത് കൊണ്ട്, ഓം വിചാരിച്ചത് കൊണ്ടൊന്നും ഇവിടെ കയറാൻ കഴിയാല. കാരണം അതിന് പറ്റിയതല്ല ഇത്. ഞാൻ പറഞ്ഞല്ല, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാഹ്ക്ക് കൂലിയുള്ള അമലാണ്, പണിയാണ് നിങ്ങൾ പെടുത്തോണ്ടുള്ള ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം. എത്ര വലിയ സംഗതി അത്. ബണ്ണയല്ല സ്വർഗത്തിന്റെ തോപ്പ്, നല്ല ബണ്ണി ജെല്ലിനല്ല, 4 ട്യൂബ് ലൈറ്റ് കത്തനോട് സ്വർഗത്തിന്റെ തോപ്പാക്കിനല്ല. അങ്ങനെ വിചാരിച്ചോണ്ട വലിയ പോരിശയാക്കപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഗുണവും മണമല്ല ഇന്ന് പോയി. ഇന്നിപ്പോൾ അത് കുറച്ച് ആൾക്കാർക്ക് മാത്രമായി. പണ്ട് ഇതിന്റെ ഗുണവും മണമല്ല നല്ലോണം ഉണ്ടായിന്. അതുകൊണ്ടല്ലേ റോഡില്ല, കോൺക്രീറ്റ് റോഡില്ല, ടാറിട്ട റോഡില്ല, പഞ്ചായത്തിന്റെ ലൈറ്റില്ല, ഒന്നുമില്ലാത്ത പണ്ടത്തെ കാലം. എന്നാലും തോടും കാടും കടന്നിട്ട് വയസ്സന്മാരും ബാലക്കാരും നാട്ടുകാരും ചൂട്ടും കത്തിച്ചിട്ട് വയലാക്കാൻ പോകുന്നുണ്ടായി. തിരിച്ചു വരുമ്പോൾ സുബൈ ബാങ്ക് കൊടുക്കുന്നുണ്ടായി. ചില ആൾക്കാർ തിരിച്ചു വന്നിട്ടേ ഇല്ല. എന്തേ? നല്ല വയല് കേട്ടിട്ട് അവരുടെ വയലാലെ പലരും ചാകുന്നവർ. നല്ല വയല്, കൽബിലേക്ക് തറക്കുന്ന വയല് കേട്ടിട്ട് അവിടെ തന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോയിട്ടുമുണ്ട്. അന്നവർക്ക് ക്ഷീണമില്ലായിരുന്നു, അന്നവർക്ക് അതിനോട് വലിയ ഹരമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. കാരണം എന്താ? നല്ല കാലത്ത് ജീവിച്ച നല്ല മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളോട്, കർമ്മങ്ങളോട് വലിയ അദബും ബഹുമാനം കാണിച്ചവർ, ഇതിന്റെ രുചി അറിഞ്ഞവർ, ഇതിന്റെ മണമറിഞ്ഞവർ, ഇതിന്റെ പോരിശയറിഞ്ഞവർ, ഇതിന്റെ മഹത്വം അറിഞ്ഞവർ. സുബ്ഹാനല്ലാഹ്. എല്ലാം കൊണ്ടും നല്ല കാലത്ത് നല്ലവരിൽ നല്ലവരായി നല്ല പണിയെടുത്തിട്ടവർ ജീവിച്ചത് കൊണ്ട് അന്ന് സൗകര്യങ്ങള്, ഭൗതികമായ സൗകര്യങ്ങൾ ചെറുതാണെങ്കിലും അവരുടെ ലൈഫ് നല്ല ഹാപ്പി ആയിരുന്നു. അല്ലേ? ചക്കക്കുരുവും ചക്കച്ചുളയുമായിരുന്നു അന്നത്തെ ഫുഡ്. അധികവും അങ്ങനെ, എന്നാലും നല്ല ഹാപ്പിയാണ്, ബ്യൂട്ടിഫുൾ ലൈഫാണ്, കളർഫുൾ ലൈഫ്, നല്ല ഹെൽത്തിയാണ്, ആരോഗ്യമാണ്. അന്ന് ഇതുപോലെ മാരകമായ രോഗങ്ങളില്ല, കാണും സ്ഥലത്ത് ഹോസ്പിറ്റലുകളില്ല, ക്ഷീണമില്ല. 80-90 ആണ്ട് കഴിഞ്ഞ വയസ്സത്യമാരും വയസ്സന്മാരും നല്ല ജിമ്മിന് പോയ 18 വയസ്സിന്റെ ബാല്യക്കാരെ പോലെ സേങ്ങളില്ല, ഹാങ്കർക്കലില്ല, ഒന്നുമില്ല. നല്ല കാലത്ത് ജീവിച്ചവരാണ്, നല്ലത് ചെയ്തിട്ട് ജീവിച്ചവരാണ്. ഫുഡ് അവർക്കൊരു കാര്യമായിരുന്നില്ല. ഇന്ന് തിന്നുന്നത്, ഇന്ന് തിന്ന മന്തി, കുന്തോ അല്ലേ? എന്നിട്ട് എന്തായി? ആരോഗ്യമാണ്. ആർക്കാരോഗ്യമുള്ള? ഏതു മനുഷ്യൻ ആരോഗ്യമുള്ള? ഒന്നല്ലെങ്കിൽ ഒന്നിൽ ക്ഷീണമാ, ഒരു രോഗമല്ലെങ്കിൽ മറ്റൊന്നവനിലുണ്ട്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഈ നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ദുആരക്കണേ എന്ന് വസിയത്ത് പറഞ്ഞവരിലുമുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങള്, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികളെ തൊട്ട് അല്ലാഹു അവന്റെ അപാരമായ കൃപ കൊണ്ട് ഞങ്ങളെ കാക്കട്ടെ. ഉമ്മത്ത് മുഹമ്മദീങ്ങളെ കാക്കട്ടെ. നല്ല ആരോഗ്യം വേണോ, നല്ല സമാധാനം വേണോ, നല്ല അന്തരീക്ഷം വേണോ, നല്ല റാഹത്ത് വേണോ? എന്നാ ഞാൻ ചെയ്യേണ്ടത് ഒരേ ഒരു പണിയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുക. ദുനിയാവിന്റെ പിന്നാലെ ഓടാതിരിക്കുക, അല്ലാഹനെ മറന്നു ഓടാതിരിക്കുക.
അള്ളാനെ മറന്ന് കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക, അള്ളാനെ നല്ലോണം മുറുകെ പിടിക്കുക. അള്ളാനെ മുറുകെ പിടിച്ചവന് അവൻ അല്ലാഹു എല്ലാം കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അള്ളാനെ മുറുകെ പിടിച്ചവൻ അല്ലാഹു മതി കേട്ടോ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും അവന് ധാരാളം കൊടുക്കും കേട്ടോ. അല്ലാഹനെ പേടിച്ച് നടക്കണം. ഹറാം ഹലാല് മനസ്സിലാക്കി വേർതിരിച്ച് മനസ്സിലാക്കി അതുപോലെ മട്ടം പോലെ ജീവിക്കണം. തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയാ, ഒപ്പിച്ചിട്ട് അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയാ. ഹറാം ഹലാല് നല്ലോണം പേടിക്കണം. നമ്മിപ്പോ പേടിക്കലുണ്ട്. ഞമ്മിപ്പോ അതിന്റെ വാല്യൂ എല്ലാം പോയെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചെല്ലെങ്കിൽ മനുഷ്യന്മാർ ചൊല്ലും, ഇപ്പൊ അതെല്ലാം ചൊല്ലി എങ്ങാവാന്ന്, ഇപ്പൊ അതെല്ലാം നോക്കി എങ്ങാവാന്ന് ഇല്ലേ. ആചാറ് നമ്മൾ ആചാറ് വേണ്ട, ആചാരനാണ്ട നമ്മളെ പോലത്തെ തന്നെ ആചാരനാക്കുന്നതിന് എല്ലാവരും പുര കെട്ടി 10-30 ലക്ഷത്തിന്റെ പുരെല്ലാം കെട്ടി ഉഷാറായി ജഗ പോക. പിന്നെ കമ്പൗണ്ടിലൊക്കെ എല്ലാം ലൈറ്റെല്ലാം വെച്ചിട്ട് മിന്നാനെല്ലാം തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ആരോ ജെല്ലി കെട്ടിയോളാ അല്ല കുട്ടിയോളാ ആരെന്നറിയാല. ഇന്റർലോക്ക് ഇടണോ കുറച്ച് ഇത്രലാക്കിയിട്ടാ പിന്നെ പാതി ഇന്റർലോക്ക് ഇട്ടങ്ങനത്തെ ഒരു ബോറല്ലേ. ഇന്റർലോക്ക് ഇടാൻ എല്ലാ പൈസ ഇല്ല. ഇയാളെന്താക്കി അറിഞ്ഞാൽ ഇയാൾ പണ്ടേ ലോൺ എടുക്കുന്ന ആള്, ബാങ്കുകാർ വിളിച്ചിട്ട് കൊടുക്കുന്ന ഇയാൾക്ക്. ഇയാൾ പോയിട്ട് മെല്ലെ ഒരു 3 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇന്റർലോക്ക് ചന്തായി. അപ്പൊ ആരോ ഒരാൾ കേട്ട് ഇയാല്, നിങ്ങൾ പര ഇന്റർലോക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പരല് കുറച്ച് പൈസ എല്ലാം ഉണ്ടായി എല്ലാം ഒപ്പിച്ചിട്ട് വരായി. ഇന്റർലോക്ക് 5 പൈസ ഇല്ല. ഞാൻ പിന്നെ ബാങ്കിൽ നിന്ന് ബഡ്ഡിക്കെടുത്തിട്ട് ലോൺ എടുത്തിട്ട് ഞാൻ ഇന്റർലോക്ക് ഇട്ടത്. നിങ്ങൾ ചെല്ലും പോലൊന്നും അങ്ങനെ പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ലോണെല്ലാം എടുത്തിട്ട് ഇട്ടത്, ബഡ്ഡിക്കെടുത്തിട്ട് ഇട്ടത്. അപ്പോൾ അയാൾ ബഡ്ഡിക്കെടുത്തത് നിങ്ങൾ ആചാറായിട്ട് നിങ്ങൾ ഉസ്താദായിട്ട് നിങ്ങൾ ഇങ്ങനെല്ലാം ആക്കിയിട്ട് ഇത്തരം നല്ല വരയും കിട്ടിയിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ബഡ്ഡിക്കെടുത്തല്ലെങ്കിൽ അത് അപ്പം ഇയാൾ ഇപ്പം അതെല്ലാം നോക്കി അങ്ങാവാം ഉസ്താദ്, ഇപ്പം അതിനെല്ലാം ചിന്തിച്ചങ്ങാവാം. അതൊരു 3 ലക്ഷത്തിൻ്റെ വിഷയമല്ലേ. ഇപ്പം അതിനെല്ലാം നോക്കി അങ്ങാവാൻ പിന്നെന്ത് നോക്കണ്ടേ വലക്കേ, പിന്നെന്തു നോക്കേണ്ടിയത്? അവിടെയാണ് ഈമാൻ, അവിടെയാണ് ഈമാൻ. അല്ലാഹനെ പറ്റിയുള്ള ബോധം, അല്ലാഹനെ പറ്റിയുള്ള ബോധം, പരലോകത്തെ പറ്റിയുള്ള പേടി, അല്ലാഹന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകേണ്ടത് അവിടെയാണ്. അവിടെയാണ് ഹറാമുകളെ പാടെ വെടിയുക, ഹറാമുകൾ നിഷിദ്ധങ്ങളെ പാടെ വെടിയുക. നിർബന്ധ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ നല്ലോണം ജീവിതത്തിൽ എടുക്കുക. ഇതുണ്ടെങ്കിൽ അല്ലാഹു നിന്നെ കൈവിടില്ല. ദുനിയാവ് പിന്നെ നിന്റെ പിന്നാലെ വരാ, എല്ലാ സൗകര്യവും അല്ലാഹു നിനക്ക് ചെയ്തു തരാ. നിന്നല്ല പട്ടിണിയാക്കല. നീ ഹറാം ഒഴിവാക്കിയതിന്റെ പേരില്, അല്ലാഹ്ക്ക് വഴിപ്പെട്ടതിന്റെ പേരില്, അല്ലാഹ്ക്ക് തഖ്വയോടെ ജീവിച്ചതിന്റെ പേരില്, സീരിയലും ഫിലിമും കാണാതെ ഹറാമിയത്തുകൾ ചെയ്യാതെ മട്ടം പോലെ അല്ലാഹ്ക്ക് പേടിച്ചിട്ട് ജീവിച്ചതിന്റെ പേരില് അല്ലാഹ് നിന്നെ പട്ടിണിയാക്കില്ല. നിന്നെ ഒരിടത്തും അല്ലാഹു കൈവിടില്ല. ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയും. ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ വലിയാണ്. ആ മഹാനർക്കൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. മൊറോക്കോയിൽ ജീവിച്ചിരിക്കുന്ന കാലമാ. അങ്ങനെയുള്ള സമയത്ത് ആ സ്നേഹിതൻ പറഞ്ഞു, എനിക്ക് ഇന്ന നാട്ടിലേക്കൊന്ന് പോവാനുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം ഇബ്നു അതാഇല്ലാഹി തങ്ങൾ അയാളോട് പറഞ്ഞു, പൊന്നുമോന് പൊന്നുമോന് നീ ഒരു കാര്യം ചെയ്യണ. ഈ മൊറോക്കയിൽ ജീവിച്ചിരിക്കുന്ന ഇയാൾ, ഈ സ്നേഹിതനുണ്ടല്ല, ഈ മനുഷ്യ, ഇയാൾ നല്ല ഒരാള്. ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ പറഞ്ഞ ചരിത്രമാണിത്. ഇത് രാക്കഥയല്ല, ഡിങ്കന്റെ കഥയല്ല. മഹാൻ പറയാണ്, മൊറോക്കോയിൽ ഒരു ഷേഖ് ഉണ്ടായി. പെണ്ണുങ്ങളെ ഭാഗത്ത് കിടാക്ക കുറെ കൂറ്റാക്കുന്നല്ലേ. നിങ്ങൾക്ക് തിരിയുന്നല്ലേ. മൊറോക്കോയിൽ ഒരു ഷേഖ് ഉണ്ടായതിന് കാര്യമായൊരു മഹാൻ. അയാളെ സ്നേഹിതന് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഷേഖ് അയാളോട് പറഞ്ഞു, ആര് പറഞ്ഞേ, നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേന്ന്. ആര് പറഞ്ഞേ? ഈ ഷെയ്ഖ് പറയുന്നത്. ഇബ്നു അതാഇല്ലാഹി തങ്ങൾ പറയുന്നതല്ല. ഇബ്നു അതാഇല്ലാഹി തങ്ങൾ ഈ സംഭവം കിതാബിൽ എഴുതിയ ആള്.
തിരിഞ്ഞാ നിങ്ങക്ക് ഷേഖ് ആ ചങ്ങായിനോട് പറഞ്ഞു, നീ ഇങ്ങനെ പോകുന്നല്ലേ ഇല്ലേ, അങ്ങനെ പോയിട്ട് നീ ആടെ എത്തിയിട്ട് അയാളെ കണ്ടെങ്കിൽ ആടെ ഒരു കാര്യമായൊരു മഹാനുണ്ട്. ഈ ഷേഖ് പറയുന്നയാ ആടെ കാര്യമായ ഒരാൾ. നീ ആ നാട്ടിലേക്ക് പോയെങ്കിൽ ആ മഹാനെ കാണാതെ വരണ്ട, അയാളെ കാണാതെ വരണ്ട, അയാളെ കൊണ്ട് ദ്വാരപ്പിക്കാതെ വരല്ലേ, അയാളെ കാര്യമായ ആളാണ്, കണ്ടിട്ടേ വരാവോ, ദ്വാരപ്പിച്ചിട്ടേ വരാവൂ. പോയ സ്ഥിതിക്ക് നിനക്കതൊരു ബൈ ചാൻസിൽ കിട്ടുന്ന ചാൻസ് ആണത്, നീ കളയണ്ട. ഇയാള് പോയി. ഷേഖ് പറഞ്ഞത് പ്രകാരം ഈ സ്നേഹിതൻ പോയിട്ട് അയാൾ പറഞ്ഞതുപോലെ ആ നാട്ടിൽ പിന്നെ എത്തിയതിന് ശേഷം അവിടെ ഷേഖ് പറഞ്ഞ ആളെ അൻവേടിച്ചിട്ടാകുമ്പോ നാട്ടുകാർ പര പറഞ്ഞു കൊടുത്തു, വീട് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, വീട് നോക്കുമ്പോ കൊട്ടാരം പോലത്തെ വീട്. അവിടെ അയാളുണ്ട്, കാര്യമായ ആളുണ്ട്. നീ അയാളെ കാണാതെ വന്നിട്ടാ ചെലുറ്റാകുമ്പോ ഇയാൾ വിചാരിച്ചിട്ടെന്തറിഞ്ഞ അയാളേതോ മരത്തിൻ്റെ അടിയിൽ മൂറ്റും ഇങ്ങനെ തസ്ബീലിട്ടിരിക്കുന്ന മനുഷ്യനാന്ന് തോന്നുന്നു. പോയിട്ട് ആടെ പോയിട്ട് കേട്ടു നോക്കുമ്പോ എന്ത് കൊട്ടാരം പോലത്തെ വീട്. നമ്മളെ പോലത്തെ ഒന്നും അല്ലെന്നോ, അല്ല, 1.5 വീട്. വരില്ല, അയാളില്ല, അയാൾ വേറെ എവിടെയോ പോയിന്. അൻവേടിച്ചോ, കുറെ നേരം കത്തിയിരുന്നു. ആരോ പറഞ്ഞു ഇപ്പൊ വരുമെന്ന്. സുബ്ഹാനല്ലാഹ്, നീണ്ട ചരിത്രമാണ്, നീട്ടുന്നില്ല. ചരിത്രം പറയലല്ല ഉദ്ദേശം, കാര്യം പറയലാണ് ഉദ്ദേശം. നല്ല പോലെ കേട്ടോ, അള്ളാനെ മുറുകെ പിടിച്ചെങ്കിലേ പിന്നെല്ലാം അല്ല നമുക്ക് തരാം, വേണ്ടത് തരാം. ഞങ്ങൾക്ക് ദുനിയാവും അല്ല തരൂ, ഞങ്ങൾ അള്ളാനെ പിടിക്കണോ. ഞങ്ങൾ ദുനിയാവിനെ പിടിച്ചിട്ട് അങ്ങനെ പായുമ്പോഴാണ് അള്ളാഹു ഞങ്ങളെ കൈവിടുന്ന. നിസ്കാരമില്ലാതെ ദുനിയാവിന്റെ ബാക്കുന്ന, നോമ്പ് നോക്കാതെ കച്ചവടത്തിന്റെ ബാക്കുന്ന, ഹറാമോ ഹലാലും നോക്കാതെ ദുനിയാവിന്റെ ബാക്കുന്ന പായുമ്പോ അള്ളാഹു ഞങ്ങളെ മൈൻഡ് ചെയ്യല. ഇയാളവിടെ കാത്തിരുന്ന് കുറച്ച് കഴിയുമ്പോ പറയപ്പെട്ട നല്ല മനുഷ്യൻ, ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയപ്പെട്ട നല്ല മനുഷ്യൻ, അപാര പാണ്ഡിത്യമുണ്ടെന്ന് പറയപ്പെട്ട അല്ലാഹുവിന്റെ വലിയായ മനുഷ്യൻ, ഈ ശൈഖ് കാണണമെന്ന് പറയപ്പെട്ടിട്ടുള്ള മനുഷ്യൻ വരുന്നു. എങ്ങനറിയാ വരുന്ന? അയാളെ വരവ് കണ്ടപ്പോഴേ ഈ കാണാൻ പോയ മനുഷ്യൻ അത്ഭുതപ്പെട്ടോയി. എന്തേ കാര്യ? അന്നുള്ള ഏറ്റവും നല്ല മുന്തിയ വാഹനത്തിലാ വരുന്ന, വെള്ളക്കുതിര പുറത്ത് കയറിയിട്ട്. ഇന്നത്തെ ഇന്നോവനെ കാട്ടപ്പുറം അത്, അന്നത്തെ ഏറ്റവും മുന്തിയത്. ഇന്നിപ്പോ ഞമ്മ സിറ്റ്, മറ്റേ ബൊളോറ, മറ്റേ ബലോണ, പിന്നെ അതിന്റെ BMW, മെർസിഡീസ് എന്നെല്ലാം പറയും. അന്ന് അതിനേക്കാളും വലുതാണത്. ഈ മഹാൻ വലിയ വാഹനപ്പുറത്ത് വരുന്നു. അതും വരുന്നങ്ങനെ അറിഞ്ഞ നല്ല മണക്കുന്ന വസ്ത്രവും ഡ്രസ്സും അല്ലേ. അന്ന് ആ നാട്ടുകാർ, സാധാരണക്കാരൊന്നും അത്ര നല്ല ഡ്രസ്സ് ഫീസൊന്നും ആരിടുന്നില്ല. കമ്പനി 1.5 നല്ല ഐറ്റംസ് ഡ്രസ്സ്. അപ്പൊ അയാൾ വന്ന് സലാം ചൊല്ലി, ഇയാൾ അങ്ങോട്ട് സലാം മടക്കിയതിൻ്റെ കേട്ട് ഏടെന്ന് വരുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ രാജാവിൻ്റെ കൊട്ടാരത്ത് നിന്ന്. അപ്പം ഇയാളെല്ലാസി മുറിഞ്ഞ്, ഇയാളെപ്പോഴും രാജാവിരത്തിൽ മാത്രമല്ല 1.5 വാഹനം, മണക്കുന്ന സെൻറ്റ് കണ്ടെങ്കിൽ നാട്ടുകാർ ആരും മണത്തിട്ടില്ല, അങ്ങനത്തെ സെൻറ്റ് മാത്രമല്ല. ഇയാൾ നല്ല ജഗവക പരിയും അങ്ങനെ. പിന്നെ ഇയാൾ എന്തും മധുവാക്കി ഇജാബത്തുള്ള ആള്. ഇയാളെങ്ങനെ കണക്ക് തിളക്കേ പോകുന്നില്ല. ഇയാളാകെ ടെൻഷനായി, ചോദിക്കാൻ പേടിയായി. ഇയാൾക്കാകെ ഒരു മനുഷ്യനെന്തല്ലോ ഒരു വിശ്വാസമായി. ഏതായാലും അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാകുമ്പോളാ സുബ്ഹാനല്ലാഹ്, ഉള്ളത്തെ സൗകര്യം കണ്ടിട്ടാകുമ്പോ ഇയാളാകെ ഉള്ള എല്ലാ ടെൻഷൻ. ഇയാളെ ഏതു പാട്ടിൽ നന്നൊന്നും മുണ്ടാൻ നിൽക്കണ്ട, ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കണ്ട് മുണ്ടി വിഷയാക്കി ദ്വാരപ്പിച്ച് വന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ പോന്നു. ഇൻഷാ അല്ലാഹ് ദ്വാരക്കോണമെന്നല്ല പറഞ്ഞു. ദ്വാരന്ന് അസ്സലാമു അലൈക്കും ചെല്ലുമ്പോൾ അയാൾ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യണം, റിട്ടേണ് പോകുന്നല്ലേ. അതെ, എന്നാ നിങ്ങളെ പറഞ്ഞയച്ച ആ ഷെയ്ഖില്ലേ, എൻ്റെ ചങ്ങായി, നിങ്ങളെ പറഞ്ഞയച്ച ആ ഷെയ്ഖ്, അയാളോട് പറയണ കമ്മിഷ്ടിയാലുക ബിദ്ദുനിയാ വകമ്മിഖബാലുക ഇലൈഹാ. നീ പോയിട്ട് അയാളോട് പറയണോ എന്തെന്ന്? എത്ര ചങ്ങായ നീ ദുനിയാവിന്റെ ബാക്ക് തന്നെ പായുന്ന, ദുനിയാവ് കിട്ടിയിട്ട് മതിയായിട്ടില്ല, ഇനിയും ഇങ്ങനെ ദുനിയാവിന്റെ ബാക്ക് തന്നെ പാഞ്ഞോണ്ടേ ഇരിക്കുന്നയാ എന്ന് പോയിട്ട് നീ അയാളോട് പറയണോ എന്ന് പറയുമ്പോ ഇയാൾക്ക് ആകെ അത്ഭുതമായി. ചെന്നാളാരി അയാളോട് പോയിട്ട് കേൾക്കണല്ല, ദുനിയാവിന്റെ ബാക്കിന്ന് കുറെ കാലമായാലും നീ ഇങ്ങനെ പായുന്ന ആ കച്ചവടം, ഈ കച്ചവടം, ആൾത്തിരി, കുരുമുളക്, റബ്ബർ, എസ്റ്റേറ്റ്, ബിസിനസ്, കാറ്, ഇന്നോവ, പഞ്ചർ, ട്യൂബ്ലെസ്, അത് ഇത്, നറുക്ക്, കുറി,
ആടെ സെക്രട്ടറി, യൂത്ത് വിങ്ങിന്റെ ഖജാഞ്ചി, മൂത്ത വിങ്ങിന്റെ വൈസ്, മറ്റേ വിങ്ങിന്റെ സെക്രട്ടറി. ദുനിയാവന്നെ ഇത് എത്ര കാലം? എത്ര കാലാണ് ഈ പാച്ചള്? മരിക്കണ്ടേ, അള്ളാവിലേക്ക് എത്തണ്ട, പരലോകത്തേക്ക് എത്തണ്ട. എത്ര കാലമാണിത്? ഇതെന്തിനാണ് എന്ന് അയാളോട് പറയണോ? ഇയാളായി പറഞ്ഞിട്ടില്ല. നിങ്ങളെ അവസ്ഥ കേൾക്കാറുള്ള പറ്റിയ ആൾക്കില്ല. ഞാനിന്ന് കാര്യം കേട്ടോട്ടി. എന്തേ? ഞാൻ കഥപ്പും ഗുരുത്വമില്ലല്ലേ. ഞങ്ങൾ കേട്ടോട്ടി. ആ ഹച്ചെന്ന നിങ്ങ ബല ബമ്പനാന്ന്. അയാളതൊന്നും കേട്ടില്ല. കാരണം ഷേഖ് പറഞ്ഞത് കൊണ്ട് എന്തോ ഉണ്ടായല്ലേ. അല്ല മൊയ്തു, നീ എന്നെ കാണുന്നല്ലേ? ഞങ്ങൾക്ക് നിന്നെ കാണുന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാ പറയാം. അങ്ങനെ ഏതായാലും സലാമെല്ലാം പറഞ്ഞ് ദുആരിപ്പിച്ച് വന്നിട്ട് ഈ ഷേഖിനെ കണ്ടു. ഈ ചരിത്രം ഉദ്ധരിക്കുന്നത് മഹാനരായ ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ തിരിച്ചു വന്ന ഷേഖിനെ കണ്ടോ. കണ്ടപാട് ഷേഖ് കേട്ട് അയാളെ കണ്ട ദുആരപ്പിച്ച, അയാളെ കണ്ടിട്ട് ദുആരപ്പിച്ച റാഹത്തായ പോയാള് പറഞ്ഞു റാഹത്തായി ദുആരപ്പിച്ചോ. പക്ഷെ വരുന്ന സമയത്ത് നിങ്ങളോടൊരു ഉപദേശം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉപദേശം അറിയാ? കമ്മിസ്തിഗാലുക ബിദ്ദുനിയാ വകമ്മിഖബാലുക ഇലൈഹാ. ദുനിയാവിന്റെ വാക്ക് നീ എത്ര കാലം പായുന്ന? ദുനിയാവ് കിട്ടിയിട്ട് മതിയായിട്ടില്ല. ഇതെന്ത് നിന്റെ അവസ്ഥ? ഇനി ഇങ്ങനെ പോന്നെയാ. പൈസ കച്ചവടം ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി തന്നെയാ. ഇനിയും മതിയാക്കാനായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നേരം ആ ഷേഖ് പൊട്ടി കരഞ്ഞു. ബേജാറായി എന്റെ കരയുന്ന. അപ്പോഴാണ് ഈ ഷേഖ് പറഞ്ഞത്, അതെ ഞാൻ ഇത്ര വലിയ ഷേഖായിട്ടും ഇത്ര വലിയ കാര്യമായ ആളാണെന്ന് നീ മനസ്സിലാക്കിയിട്ടും ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് വലിയ മോന് പണി ശരിയായിട്ടാലോ, ചെറിയ മോന്റെ ശമ്പളം ചെറുതല്ലേ, പൊരന്റെ സിറ്റ് ഔട്ട് വാർത്തിട്ടില്ലാലോ, ഇന്റർലോക്ക് പോയതായിനല്ലേ, നീ ഇപ്പോൾ എന്റെ ബേജാറ് തന്നെ. ദുനിയാവന്നെ അതേ ദുനിയാവ് ചിന്തിച്ച് നടക്കുന്നത് കൊണ്ട് എനിക്കല്ല ദുനിയാവ് തന്നില്ല. അയാള് ദുനിയാവിന്റെ ചിന്തയിലേ ഇല്ല. അയാളെ കണ്ണും കൽബും അല്ലാഹുവിലേക്കാണ്. അയാളെ ഇൽമും ഇബാദത്തും അല്ലാഹുവിലേക്കാണ്. അയാളെ മടക്കം അല്ലാഹുവിലേക്കാണ്. അപ്പൊ അല്ലാഹു ധാരാളം ദുനിയാവ് കൊടുത്തോ, സൗകര്യം കൊടുത്തോ, വാഹനം കൊടുത്തോ. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവിനെ പേടിച്ച് നടന്നവനാ, തഖ്വയിലൂടെ ജീവിച്ചവനാ, അല്ലാഹ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അയാൾ ആ നിലക്ക് ജീവിച്ചത് കൊണ്ട് അയാൾക്ക് അല്ലാഹ് എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷെ അയാൾക്ക് അതിന്റെ ഓർമ്മയില്ല. എനക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട്, അള്ളാഹിനെ പറ്റി നല്ല ബോധം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും ദുനിയാവിന്റെ ബാക്ക് തന്നെ വെച്ച സ്വിച്ച് ഫാന് പോയതായിന് പുതിയത് വെക്കണായിനല്ലേ, വാഷിംഗ് മെഷീന്റെ റബ്ബർ പോയിനെ പുതിയത് വാങ്ങണായിനല്ലേ, EMI സിസ്റ്റമോ വാർഡുണ്ട്, ഫെസിലിറ്റി വാർഡുണ്ട്. ഇതന്നെയാണ് എന്റെ മനസ്സില്. അതുകൊണ്ടല്ല ദുനിയാവേ എനക്ക് തന്നില്ല. അള്ളാന്റെ മഹാന്മാർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു അല്ലാഹു തആല ഖൽബ് വിശാലമാക്കിയ മനുഷ്യരാരറിയുമോ? അല്ലാഹുവിന്റെ ബോധവും അല്ലാഹുവിന്റെ പേടിയും അല്ലാഹുവിന്റെ അനുഗ്രഹവും അവന്റെ അളവറ്റ വല്ല നിയമത്തും ഖൽബിലേക്ക് ഇറക്കപ്പെട്ട മുഅ്മിനാരറിയുമോ? ആണാര് പെണ്ണാരറിയുമോ? അതെ, അവർ ആരറിയുമോ? അവർ അറിയാൻ 3 അടയാളങ്ങൾ മുസ്തഫ റസൂലുള്ള പറയുന്നുണ്ട്. അവരെ മനസ്സിലാക്കാൻ 3 അടയാളം റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. നല്ല ആൾക്കാർ, അള്ളാന്റെ റഹ്മത്ത് കിട്ടിയ ആൾക്കാർ, അല്ലാഹു തആല ഖൽബ് തുറന്ന ആൾക്കാർ, അല്ലാഹു തആല ധാരാളം റഹ്മത്ത് ചൊരിഞ്ഞ ആൾക്കാർ അവരാരറിയുമോ? അല്ലിബാനതു ഇലാ ദാരിൽ ഖുലൂദ്, പരലോകത്തേക്ക് എപ്പോഴും മടങ്ങണമെന്ന് ചിന്തിക്കുന്നവരാണ്. ആ ലോകത്തെ പറ്റി ബോധമുള്ളവരാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നവരാണ്. വത്തജാഫി അൻദാരിൽ ഖുറൂർ,
വഞ്ചനയുടെ ലോകമായ ദുനിയാവിന്റെ പളവളപ്പിന്റെ പിന്നാലെ പോകാത്തവരാണ്. അതിന്റെ സൗകര്യം തേടിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാത്തവരാണ്. വല്ലിസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി, മരണം വരുന്നതിന് മുമ്പ് ഒരുപാട് നന്മകൾ വാരിക്കോരി ചെയ്തവരാണ്. അവരാണ് നല്ലവര്, അവരാണ് അല്ലാഹ് അനുഗ്രഹിച്ചവര്. മരിക്കണമല്ല, മരണം വരുമല്ല, അതിനു മുമ്പ് എന്തെങ്കിലും അമല് വേണമെന്ന് പറഞ്ഞിട്ട് ധാരാളം അമല് ചെയ്തവര്, ആഖിറത്തിലേക്ക് മടങ്ങണമെന്ന് ചിന്തിക്കുന്നവര്, ദുനിയാവിന്റെ പിന്നാലെ പായാത്തവര്, ദുനിയാവിന്റെ സൗകര്യങ്ങൾക്ക് പിന്നാലെ ഓടാത്തവര്, അവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ, അവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ. അവർ അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്. മഹാനായ റസൂലുള്ളാഹ്, മഹാനരായ റസൂലുള്ളാഹ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക, ഫർളായ കാര്യങ്ങൾ നല്ലപോലെ നിർവഹിക്കുക. നിസ്കാരം കാര്യങ്ങളൊക്കെ കാരണം കൂടാതെ കളാക്കണ്ട. മനഃപൂർവ്വം കളാക്കൽ വലിയ തെറ്റാണ്. കാരണം മൂന്നേയുള്ളൂ. ഒന്ന് ഉറക്ക് കൊണ്ട് കളായാ തെറ്റില്ല, ഭയഭേ നിസ്കരിച്ചോളണോ. പിന്നൊന്നും മറന്നിട്ട് ഒരാൾ വിട്ടുപോയെങ്കിൽ തെറ്റില്ല. അയാൾക്ക് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മയായത് അസർക്ക്, അസർ നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മയായത് ഇശാക്ക്, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മയായത് പിറ്റേന്ന് സുബൈക്ക്. എന്നാ തെറ്റില്ല, കളാക്കിയത് കൊണ്ട് കുറ്റമില്ല. പക്ഷെ അത് മനഃപൂർവ്വമല്ലല്ല, മറവി കൊണ്ടല്ല. കള്ളാ വീട്ടണോ. പിന്നൊന്ന് ഹലാലായ യാത്ര. അത് ഏത് യാത്ര? ഇവിടുന്ന് കറന്തക്കാടക്ക് പോകുന്ന യാത്ര അല്ല, മാണിക്കോത്തക്ക് പോകുന്ന യാത്ര അല്ല, എടനീർക്ക് പോകുന്ന യാത്ര അല്ല, 132 കിലോമീറ്റർ പോകുന്ന ഹലാലായ യാത്ര. ഹലാലായ യാത്ര ആണോ ഇത്? ആന്ധ്രക്ക് പോയിനോ എന്തിനറിഞ്ഞ? 132 കിലോമീറ്റർ അല്ല, 232 കിലോമീറ്റർ പോയിനോ എന്തിന്? കഞ്ചാവിന്റെ കെട്ടുകൊണ്ടിരോ. അത് ഹലാലായ യാത്ര. ഓൻ നിസ്കാരം കള്ളാക്കാൻ പറ്റും. ഓനത് നിസ്കാരം അല്ലെങ്കിൽ നല്ലോണം ജാഗ്രത ആക്കണോ. ഈ 3 കാരണങ്ങളെ കൊണ്ടല്ലാണ്ട് നിസ്കാരം കള്ളാക്കാൻ പാടില്ല. ഒപ്പിക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് അത് ജോറ് എല്ലാം ജോയിന്റ് ആയി. ആണെങ്കിൽ പിന്നെ ഏതായാലും അവർക്ക് സാറല്ലേ പിന്നെ നിസ്കരിച്ചോളാം. ഇപ്പൊ പീടിയല്ലേ, കച്ചവടമല്ലേ, തുറന്നിട്ടില്ലല്ലേ, ഇനി ഈ സമയത്ത് കസ്റ്റമർ യാറല്ലേ, ഇപ്പന്നല്ലേ 4 ആൾക്കാർ യാറെ വരുന്നത്, പിന്നെ നോക്കാം. അങ്ങനെ പോയി പെണ്ണുങ്ങൾ എന്താക്കെന്ന് പറഞ്ഞാൽ എന്തു പണിയില്ല. പണിയല്ല 2:10 തന്നെ തീർന്നിനി. മീൻ മുറിച്ചിട്ടായിന്, കായ്ച്ചിട്ടായിന്, പൊരിച്ചിട്ടായിന്, കൊടുത്തിട്ടായിന്, ചട്ടിയും പാത്രം കഴിച്ചിട്ടായിന്. എപ്പോ 2:10 തന്നെ തീർന്നിനി. എന്നാലും നിസ്കാരം 3:51 തന്നെ ളുഹ്ർ. എന്തേ? അതിന്റെ അപ്പുറത്ത് തന്നെ 3:53 അസ്ർ വരുന്നു. അപ്പൊ ജോയിന്റ് ഒരേ ജമ്പ് അപ്പുറത്ത്. പുസ്തകങ്ങളാക്കിയും കുറ്റം കിട്ടുക. കുറ്റം കിട്ടല, കള്ളായിട്ടില്ല. പക്ഷേ ഇത് നീ നേർച്ച വീട്ടുന്ന നിസ്കാരമായിപ്പോയി. ഇങ്ങനത്തെ നിസ്കാരം കിട്ടാണ്ട് അള്ളാഹ് എന്ത് കുറഞ്ഞിട്ടില്ല. നിന്റെ ഈ നിസ്കാരത്തിനും അല്ല കാത്തിട്ടില്ല അവിടെ. അത് നീ വിചാരിച്ചിനെ മാത്രം. പഠിച്ചോനെ ഇതും കൂടി ഇല്ലെങ്കിൽ അള്ളാന്റെ ബാറ്ററി ലോ ആവും. നീ വിചാരിച്ചിനെ മാത്രം. നിന്റെ ഈ നിസ്കാരം കിട്ടിയിട്ട് വേണം ഇപ്പൊ അള്ളാഹ്ക്ക്. തുടക്കത്തിലേ നിസ്കരിക്കണ്ടേ, സമയാമ്പന്നം നോക്കണ്ടേ, ഹറാമു ഹലാല് ശ്രദ്ധിക്കണ്ടേ. ഇന്നിപ്പോ ആർക്കും ഹറാമു ഹലാല്? പണ്ടല്ലൊരു ഫിലിം നോക്കുമ്പോ നമ്മളെ കുട്ടിപ്രായം എനക്കെന്നെ വലിയ വയസ്സൊന്നും അല്ല, കാണുമ്പോ തന്നെ അറിഞ്ഞില്ലേ ഇല്ലേ, വലിയ ചന്തയില്ലെങ്കിലും വയസ്സ് കുറയാൻ ആയിട്ടില്ല. ഒരു 41 കഴിഞ്ഞിട്ട് ഇപ്പൊ 42 ഇരിക്കട്ടെ. നമ്മളെ കുട്ടിപ്രായത്തിൽ തന്നെ, നിങ്ങളെ കുട്ടിപ്രായത്തിൽ തന്നെ ഒരു ഫിലിം നോക്കണോന്ന് ഒരു ആശ ഉണ്ടെങ്കിൽ അവന് വലിയ പേടി. അല്ല പിക്ചറല്ലേ, ഫിലിമല്ലേ, അത് സത്യന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ട്, അല്ല ഓന്റെ ജാഫറിന്റെ കളറന്നാട്ട്, അതെന്തെങ്കിലും ഹറാമല്ലേ, തെറ്റല്ലേ? ഫിലിം പിക്ചർ. നിങ്ങന്ത് മുണ്ടുന്നു, നിങ്ങന്ത് തലന്താണ്, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടേ ഇല്ലേ? നാളെ ആരെങ്കിലും കേട്ടെങ്കിൽ അയാളെന്തര ചെല്ലെന്ന് കേട്ടെങ്കിൽ എന്താ മണക്കറിയെല്ലാം ചെല്ലോ? എനിക്കെന്തോ ഒരു വേജ. ഒന്നെങ്കിലും ഇങ്ങനെ ബയിച്ചിട്ടാ, അല്ലെങ്കിൽ എൻ്റെ ഭാഷ തിരിഞ്ഞിട്ടാവുന്നു. മനസ്സിലാവില്ലേ? ഞാൻ മലയാളി, ഞാൻ തമിഴല്ല. തിരിയണോ? കാരണം ഇത് 2 കാതിൽ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വായും വളർന്നിട്ട് പോകാൻ ഇത് പാട്ടല്ല. ഇത് ദഫ് മത്സരമല്ല, ഇത് സരിഗമരാഗമല്ല, ഇതല്ല ഗാനമേളയല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറ്റവും വലിയ അമലാണ്, ഏറ്റവും വലിയ നൽകാര്യമാണ്. ഇത് പഠിക്കേണ്ടതാണ്. ഇത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്.
ഇതിവിടെ വിതരണം ചെയ്യപ്പെടുമ്പോ 2 കൈയും നീട്ടിയിട്ട് സ്വീകരിച്ചിട്ട് കൽബിൽ അത് സ്വീകരിക്കണോ, അത് പ്രാവർത്തികമാക്കണോ, അത് പഠിക്കണോ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണോ. അല്ലാഹു നമുക്കതിന് ഇഖ്ലാസോടെ തൗഫീഖ് നൽകട്ടെ. എന്ത് ഞാൻ പറഞ്ഞേ, ഞാൻ എന്ത് പറഞ്ഞേ, എന്റെ മുന്നെന്ത് പറഞ്ഞേ? ആ പിക്ചർ നോക്ക, ഹറാം ഇപ്പൊ ഒരു വിഷയമല്ല, അതെല്ലാം സിമ്പിൾ, സാരല്ല, അതിനെല്ലാം ഇപ്പൊ നോക്കിയങ്ങാവാം, അതെല്ലാം ഇപ്പൊ ചിന്തിച്ചങ്ങാവാ, അതെല്ലാം കേട്ടങ്ങാവാ, അങ്ങനെ ഇപ്പൊ നോക്കിയങ്ങാവാ, അത് ആ മൂലാരോടെ ഇല്ലേ, ഈ തങ്ങളെ വരലില്ലേ, ഓന്റെ ഡയലോഗ്. പഴയ കാലത്ത് ഇപ്പല്ല, ഒരു 10, 18, 20 കൊല്ലം മുന്നേ നമ്മളെ കുട്ടി പ്രായത്തിലല്ലോ ഒരു ഫിലിം നോക്കണമെന്നെല്ലാം ഉണ്ടെങ്കിൽ കാൽഡടി കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ, പുതിയ ബസ് സ്റ്റാൻഡ് എടുത്ത് പഴയ ബസ് സ്റ്റാൻഡ് 12, 6, 7 തിയേറ്റർ ഉണ്ട് ഇല്ലേ. മെഹബൂബുണ്ട്, നർത്തകിയുണ്ട്, മാങ്ങാത്തൊലിയുണ്ട്, മണ്ണാങ്കട്ടുണ്ട്. എന്നെങ്കിലും പോവല അടക്ക്, എന്തേ നേരെ പോന്ന കാഞ്ഞങ്ങാട് നീലേശ്വരത്തേക്ക്, അല്ലെങ്കിൽ വല്ല കോഴിക്കോട്. എന്തേ? ഒന്നാമത് ഹറാമെന്ന് അറിയും, പാടില്ല, ഹറാമാണ്. രണ്ടാമത് ഏതായാലും നോക്കണമെന്നുണ്ട്, പക്ഷെ ആര് കണ്ടോണ്ടാ, ഏസിയല്ലേ, ഹറാമല്ലേ, നാട്ടിൽ വില പോയില്ലേ, ബാപ്പറഞ്ഞെങ്കിൽ വിടുവാ, നാട്ടിൽ കാക്കറിഞ്ഞെങ്കിൽ കണ്ടെങ്കിൽ എന്താവും, അവര് പേടി, ഹറാമൊന്നും അയാൾക്ക് ബോധമുണ്ട്. അന്നങ്ങനെയായിരുന്നോ? നോക്കലില്ല, നോക്കുന്നെങ്കിൽ എന്നെ ഈ കോലത്തില്. എന്നാ ഇന്ന് കാലം മാറി, കഥ മാറി, എല്ലാം മാറി. അവിടെ പോയിട്ട് കണ്ടിരുന്ന, സ്ക്രീനിൽ കണ്ടിരുന്ന ഹറാമിയത്ത് ക്രമേണ അതാ ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു. ടേബിലായി, ആദ്യം ടേബിളിലായി, TV-യായി, ടേബിളില് മേശപ്പുറത്ത് അല്ലേ ആന്റിനെ വെച്ചിട്ട് കളക്ഷൻ കൊടുത്തിട്ട് പേരിന്റെ ഉള്ളിൽ എന്നെ വേണ്ടിയത് നോക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോണ്ട, യാത്ര പോണ്ട, പരന്റെ ഉള്ളിലെ സൗകര്യപ്പെടുത്തി. പിന്നെന്താ എന്നറിഞ്ഞാ ടേബിളിൽ വെച്ചിട്ട് നോക്കുന്നത് മതിലേക്ക് വെച്ചുകൊണ്ടേ. എന്ത് കഥ? ഉമ്മാമാക്ക് ഇങ്ങനെ നോക്കാനാന്നില്ല, നടു കടയുന്നില്ല, ഇനി ഇങ്ങനെ നോക്കട്ടെ, ഇങ്ങനെ ആകാശത്തിൽ അർഷിലേക്ക് നോക്കുന്നല്ലേ ഉമ്മ. ഓ ഇങ്ങനെ ജയറാമിന്റെയും പാർവത്തിന്റെയും ഫിലിം ഇങ്ങനെ നോക്കട്ടെ. തല്ലുമാലയും മറ്റമാലയും, നിന്റെ ജപമാല, നിന്റെ ഹലാക്കിന്റെ മാല. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെന്റെ ഈടുള്ള ആടവണ്ടിൽ പറ്റിച്ചിനെ, വേറെ ആരുമല്ല, ഉമ്മാക്ക് വേറെ മാപ്പിളയില്ല. നമ്മളെല്ലാ പണി ചെയ്തത്, പിന്നെന്തിന് ചിരിക്കണോ? ആ ഹറാമിയത്ത് അവൾക്ക് ഒരു കുറ്റമാണെങ്കിൽ ഞങ്ങൾക്ക് 2 കുറ്റം. എന്ത്? TV ഹറാമല്ല, നീ താഴെയുള്ളനെ മീത്ത വെച്ചങ്ങ് മോശമില്ല, നീ ജ്യൂസ് ആക്കിയിട്ട് തിന്നങ്ങോ മോശമില്ല. TV ഹറാമല്ല, അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. തിരിഞ്ഞല്ലേ? TV ഹറാമെന്ന് ആര് പറഞ്ഞേ? തങ്ങളെ വരലില്ലേ, ഉസ്താന്റെ വരലില്ലേ, എല്ലാരും വരലും ഉണ്ട്, ഇരിക്കട്ടെ, അതിൽ ബന്ധ തെറ്റ്, അതിനെ മിസ്യൂസ് ചെയ്യണ്ട. പിന്നെന്തായി? ടേബിളിലുള്ളത് മതിലേക്ക് എത്തി. കണ്ടിനെങ്കിൽ 5-6 ആള് മാത്രം, ഉമ്മ, എളാമ, ഉപ്പാപ്പ, ആങ്ങള, പെണ്ണുമോള്, മരിയോൻ, ഇത്ര പേര് മാത്രം. പിന്നെ അതുകൊണ്ട് തന്നെ വേറൊന്നും കാണാൻ പറ്റുന്നുണ്ടായിട്ട, വേറെ ഹറാമിയത്തുകളെ കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതിനുള്ള സൗകര്യമില്ല. കാരണം അത് പബ്ലിക് ഏരിയയിലാണ്, പബ്ലിക് പ്ലേസിലാണ്, സ്പേസിലാണ്, സ്ഥലത്താണ് അല്ലേ. അതുകൊണ്ട് വേറൊന്നും കാണാൻ കഴിയുന്നില്ല, എല്ലാരും കാണാൻ പറ്റുന്നതേ കാണുന്നത്. പിന്നെ അത് അവിടെ നിന്ന് മാറിയിട്ട് അവന്റെ സ്വകാര്യ റൂമിലേക്ക് എത്തുന്നു, കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു, ഹാർഡ് ഡിസ്കിലേക്ക് എത്തുന്നു. പിന്നെ ഫിലിം മാത്രമല്ല, 1-2 പേർ ഒന്നിച്ചിരുന്ന് സ്വകാര്യ റൂമില് പലതും കാണാൻ തുടങ്ങി. കാലം പിന്നെയും പോയി, കാലം പിന്നെയും ബെടക്കായി, ഫസാദിന്റെ നാളുകൾ പിന്നെയും വന്നപ്പോ അതേ സ്വകാര്യ റൂമിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ പിന്നെ അതാ മൊബൈലായി, ചിപ്പായി, ഞങ്ങളെ കീശലായി. ഇനി എന്തും കാണാലോ, എത്രയും കാണാലോ. അംബാനിന്റെ MB ഇപ്പൊ ഫ്രീ ഇല്ലെങ്കിലും നല്ലോണം MB ഉണ്ടല്ലോ. എടകത്തി ഹറാമിയത്ത് ഏടുണ്ടായ ഹറാമത്ത് നീലശരത്തുണ്ടായത്, ആടെ തിയേറ്ററിലുണ്ടായത്, ഏടക്കല്ലേ എത്തിയപ്പോൾ വന്നിട്ട്. ഇതാണ് ഫസാദിന്റെ കാലം. 1970 കാലഘട്ടങ്ങളിൽ, 70-80 കാലഘട്ടങ്ങളില് മുഹമ്മദ് റാഫി പാടിയതുപോലെ
जमाना खराब है बेनिकाब निकलो ना जमाना खराब है. കാലം പടക്കായിട്ടില്ല. സത്യം പറയട്ടെ, 4 പടക്കായിട്ടില്ല, കാലം പടക്കായിട്ടില്ല. നഈബു സമാനന വലഈബു ഫീനാ. അതേ കാലത്തെ ഞങ്ങൾ കുറ്റം പറയുന്നു എന്നല്ലാതെ കാലം പടക്കായിട്ടില്ല. ഞങ്ങളാണ് പടക്കായത്. അതുകൊണ്ട് നിർത്താരായി ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഞാൻ തുടങ്ങിയത് 8:45 നിങ്ങൾ അതിനേക്കാളും മുന്നേ ഇല്ലേ. മാരിബ് കഴിഞ്ഞിട്ട് ഇഷ കഴിഞ്ഞ പാടന്നെ ഇല്ലേ. മാത്രമല്ല നാളെ കിടാക്ക് സ്കൂള് മദ്രസ എല്ലാം ഉണ്ട്. നാളെ രാത്രി വയലും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എനക്കും ഉണ്ട്. ഇനി എന്തും ഇല്ല തന്നെ വെച്ചോളി. എന്തെങ്കിലും കുറെ നീട്ടിയിട്ട് പഠിച്ചാലാക്കുന്ന ഒരു ജയിലും അല്ല. ചെറുതാക്കിയിട്ട് ചന്താക്കിയിട്ട് മേയാക്കണം. അതിന്റെ അർത്ഥം ഇപ്പന്നെ ടപ്പാന്ന് നിർത്തുന്നില്ല. ഒരു 3/4 മണിക്കൂർ ഏനും ഉണ്ട്. അത്ര ദൂരത്ത് ഞാൻ 52 കിലോമീറ്റർ വന്നിന് ഇപ്പൊ ഇടക്ക്. മൊഗ്രാലിന് പേര് മാത്രം, ഞാൻ മൊഗ്രാലിലില്ല. പണ്ടുള്ളത് കൊണ്ട് ആ പേരായിരുന്നു മാത്രം. വന്ന നോട്ടീസിലും ഫ്ലക്സിലും എല്ലാം അങ്ങനെ ആയിന്. അത് ആരാക്കിന് നടക്കും അറിയാലോ. ഞാൻ കുറെ അപ്പുറമുള്ള ഞാൻ വരുന്ന നാട്ടിൽ മൊഗ്രാലുണ്ട്. ആണ് വരുന്നത് അപ്പുറത്തുനിന്നാണ്, ഒസങ്കടി ഭാഗത്തുനിന്നാണ്. എന്നോട് പറഞ്ഞു ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഉപ്പളത്തുനിന്ന് ഒസങ്കടിന്ന് ഉപ്പളയിലെത്താൻ ആകെ വേണ്ടത് 7-5-6 കിലോമീറ്റർ. ആകെ വേണ്ടത് ആഞ്ഞ് ചവിട്ടിയെങ്കിൽ അത് ആ ആളിയൻ്റെ ഡ്രൈവിംഗ് പോലത്തെ ഡ്രൈവർ ആണെങ്കിൽ 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. അങ്ങനത്തെ സ്ഥലത്തേക്ക് ഇപ്പോൾ മാരിബിൻ്റെ സമയം 4-5 മണി കഴിഞ്ഞെങ്കിൽ 7-8 മണിൻ്റെ ഇടയിൽ വരണമെങ്കിൽ 3/4 മണിക്കൂർ വേണം. അത്ര ബ്ലോക്കാണ് റോഡ്. മാത്രമല്ല ഞങ്ങൾക്ക് ഈ റോഡെല്ലാം ദജിവിശിയായിട്ട് ഞാൻ എന്താക്കി മിയപ്പതോ ബന്ദിയോട് വഴി പെറുമുത വഴി അങ്ങനെ സീത്താങ്കോളി വഴി മധൂർ വഴി ഇങ്ങനെ ഉൾവഴിയായിട്ട് വന്നു. ബ്ലോക്കിൽ പെട്ടോണ്ടാ ലേറ്റായി പോണ്ടാൻ. 8 മണിക്ക് എത്തിയെങ്കിൽ മതിയെന്ന് ഉസ്താദ് എൻ്റെ ചെല്ലിയതുകൊണ്ട് 7:53 എത്തി. അങ്ങനെ ഈ വരുന്ന വഴിക്ക് ഇപ്പം നോക്കുമ്പോൾ നിങ്ങളെ നാടും ചേഞ്ച് ആയി. എൻ്റെ നാട് മാത്രമല്ല. ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ നാട് മാത്രം ചന്തായിന്. ഇപ്പം നോക്കുമ്പോൾ അതിനേക്കാളും ചന്ത ഈടായിന്. ഈടെന്താക്കി പോകുന്ന കൗച്ചിൽ പോയി വരി ഞാൻ ചെറുക്കളം കഴിഞ്ഞ് ഞാടെ വരികട്ടെ ഇയാടെ സന്തോഷത്താക്കരുത് ആണ്. ഞാൻ ഇടയ്ക്കത്ത് ഇങ്ങനെ കീഞ്ഞോണ്ടിരിക്കുമ്പോൾ ഉസ്താദ് എന്നോട് കേൾക്കുന്നു, ഉസ്താദ് നിങ്ങൾ സന്തോഷം നിങ്ങൾ ചെറുക്കലത്തെ പോയാ എനിക്ക് ഒറ്റയടിക്ക് പേടി. ഇയാൾ വലിയ ഇയാൾക്ക് എങ്ങനെ മാറിഞ്ഞിട്ട് ഭയ നോക്കുമ്പോൾ ആടുന്നാരോ വിളിച്ചല്ലോ നിസാമി ഉസ്താദ് നീടെ കണ്ടിന്. ഞങ്ങൾ റൂട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിന്നറിയാടെ. ഒരു 52 കിലോമീറ്ററോളം കാണുന്നതിൽ എന്താ കഥ നിർപിടി. ഞാൻ അതല്ല ഞാൻ പറഞ്ഞ അത്ര ദൂരത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ അരമണിക്കൂർ ചെല്ലിട്ട് പോകുന്നതിന് അർത്ഥമില്ല. ഇനി അരമണിക്കൂറായെങ്കോ 2 മണിക്കൂറായെങ്കോ അല്ലാഹു തആല ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടുത്തട്ടെ. അത് അല്ലാഹു തആല ഹക്ക് പോലെ ആക്കി തന്നനുഗ്രഹിക്കട്ടെ. ഇതിന്റെ കൂലി ഞങ്ങളിന്ന് മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും എല്ലാ മുഅ്മിനീങ്ങളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും വലിയൊരു ആശയാണ്, ആഗ്രഹമാണ് അല്ലേ ഇങ്ങനത്തെ പരിപാടികളെല്ലാം. ഇത് നടത്താൻ വേണ്ടി സൗകര്യം ചെയ്ത് ഞങ്ങള് അല്ലമീൻ പിന്നെ യുവജന സംഘം അതിന്റെ 13ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ്. അജ്മീർ ഖജാന്റെ ആണ്ടുമാണ്. ഇന്ത്യയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനായി പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് ഉത്തരേന്ത്യ വഴി കടന്നു വന്ന മഹാനാണ്. കാബൂൾ അഫ്ഗാനിസ്ഥാൻ വഴി ലാഹോർ വഴി കാബൂൽ വഴി ഇന്ത്യയിലേക്ക് സിന്ധു വഴി കടന്നു വന്ന മഹാനാണ് മഹാനായ ഖജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി. ഇറാനുകാരനാണ്, ഇറാനിലെ സഞ്ചാരകാരനാണ്. മഹാനായ മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ കാലക്കാരനാണ്. മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ ദർസില് 6 മാസമോ 3 മാസമോ പഠിച്ച മുത്തഅല്ലിമാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വപ്നം കാണിക്കുന്ന ദീനീ പ്രബോധനത്തിന്, തൗഹീദിന്റെ പ്രബോധനത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കാൻ, പ്രവാചകന്മാരുടെ അനന്തര സ്വത്താകുന്ന ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നീ ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഇശാറത്ത് പ്രകാരം ഇന്ത്യയിലേക്ക് കടന്നു വന്ന മഹാനാണ് മഹാനായ ഖജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാൻ, ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ. ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളാണ് ഇന്നും അന്നും ആ മഹാനരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പോയിട്ടില്ലേ? അജ്മീർക്ക് പോയിട്ടില്ലേ?
കാല് വീഗാലാൻഡിലേക്കും ഊട്ടിക്ക് പോയി ജാറി തന്നെ വന്നേന്നല്ലേ, കിടാക്കളെ കൊണ്ടേറ്റ് ജാറിറ്റേ വന്നതെന്ന് തോന്നുന്നു ലീവിന്റെ ടൈമിൽ. ജാറുന്നത് തെറ്റല്ല. വീഗാലാൻഡിലേക്കും ഊട്ടിക്കും പിന്നെ പറശ്ശിനി കടവിലേക്കും ബേക്കലം ബീച്ചിക്കെല്ലാം പോയിട്ട് കിടാക്കളെല്ലാം കൊണ്ടുപോയിട്ട് ഒന്ന് റിലാക്സ് ആക്കിയിട്ട് വരുന്നത് നല്ല തന്നെ. നീ ആടെ പോയിട്ട് മറ്റൊന്ന് നോക്കി കമന്റ് അടിക്കാൻ നിന്നല്ലേ മതി. ഒന്ന് ഔട്ടിംഗ് എല്ലാം പോകണം. എപ്പോഴും ഫറിൻ്റെ ഉള്ളിൽ എനിക്ക് തിരിക്കാൻ കഴിയാ. തിരിയാ മക്കളെല്ലാം വിളിച്ചോണ്ട് പോയിട്ട് ഒന്നൊന്നെല്ലാം കണ്ട് കാണുക ഒരു റാഹത്താണ്. കാണും പോലെ കണ്ടെങ്കിൽ മതി. അവിടെ ഉണ്ടും ചെലറ്റിനി എല്ലാം കാണാൻ നിൽക്കണ്ട, കാണുന്നതിനെ മാത്രം കാട്ടിയങ്ങ് മതി. അവിടെ ഉണ്ടും ചെലറ്റി എല്ലാം കാട്ടാനും നിൽക്കണ്ട. ആ മട്ടത്തിന്റെ വേഷം ഇട്ടിട്ട് കിടാക്കളെ കുറച്ച് ചാറിക്കുന്നതിനും കുറച്ച് അവിടെ കുളിപ്പിക്കുന്നതിനും ഇത് തെറ്റൊന്നുമില്ല. അതല്ലാവും ഞാൻ ആണ്ടുമ്പോഴും പോകുന്നെ. ഇന്നോളം അജ്മീർക്കും പോയിട്ടില്ല, എന്നിന് മാലിക് ദിനാർ മക്കാമ കാലിൻ്റെ അടിയിൽ എന്നിട്ട് പോയിട്ടാൽ നമുക്കതിന് നേരമില്ല. ഒന്നാമത് ഞങ്ങൾക്ക് നേരമില്ല. നേരം ഉള്ളവർക്ക് എല്ലാം തുടങ്ങി ഷിർക്ക് 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 വേറെന്തുമില്ല. ഷിർക്ക് പോ ഏകദം ഷിർക്ക് മുണ്ടിയങ്ങ് ഷിർക്ക്, അതിന്റെ അപ്പുറം വേറെന്തുമില്ല. അങ്ങനത്തെ ഒരു കൂട്ടർ. ഇനി ഷിർക്കല്ല അത് വേണം ചെന്ന നമുക്ക് പുറുസത്തുമില്ല, നമുക്ക് പുറുസത്തില്ല. ഇനി എപ്പം ഒരു പുറുസത്ത് കിട്ടി നേരം കിട്ടിയെന്നുണ്ടെങ്കിൽ നേരെ പോകുന്ന ഇടയ്ക്ക് വീകാലാണ്ട് അല്ലെങ്കിൽ സി അല്ലേ. ഇങ്ങനത്തെ ജാക്കല്ലൊന്ന് പോണോ, മഹാന്മാരെ ഹദറത്തിൽ പോണോ, അവിടെ പോയിട്ട് ഫാത്തിഹ ഓതണോ, അവിടെ യാസീൻ ഓതണോ, അവിടെ ചെന്നിട്ട് അവരെ തവസ്സുലാക്കി അല്ലാഹുവോട് ദുആരക്കണോ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു റാഹത്താക്കി തരും. കാരണം അവർ അല്ലാഹ് ഏറ്റെടുത്ത മഹാന്മാരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാത്രം ജീവിച്ചവരെ, പണിയെടുത്തവരാ. അജ്മീർ ഖാജ ഇന്ത്യയിലേക്ക് വന്നു, പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തി. അന്ന് അജ്മീരിന്റെ മണ്ണിലേക്ക് മഹാന് വരുമ്പോ അന്ന് അജ്മീർ ഭരിച്ചിരുന്നത് അക്രമിയായ ബഹുദൈവാരാധകനായ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. പൃഥ്വിരാജ് ഏറ്റവും വലിയ അക്രമിയാണ്, ബഹുദൈവാരാധകനാണ്. നാഗങ്ങളായും മൂർത്തികളായും പൂജിക്കുന്നവനാണെന്ന് മാത്രമല്ല അപാരമായ മാട്ടമന്ത്രത്തിന്റെ ആളാണ്. ഭയങ്കരമായ ഉപദ്രവമായിരുന്നു. അവനുള്ള കളത്തിലേക്കാണ്, അജ്മീറിന്റെ മണ്ണിലേക്കാണ് ഖാജ വരുന്നത്. ഡൽഹി വഴി വരുന്നു, ഡൽഹി വഴി വരുന്നു. ഡൽഹിയിൽ നിസാമുദ്ദീൻ ബഖ്തിയാറൊക്കെ ആക്കിയ പോലെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാന്മാരെ പോലെയുള്ള അവിടുത്തെ ശിഷ്യന്മാര് ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് നേതൃത്വം ഏൽപ്പിച്ച് കാലിയാക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് ഖാജ നേരെ പോന്നു അജ്മീറിലേക്ക്. അവിടെ ചെന്നിട്ടതാ എത്തിയ നേരം സുബ്ഹാനല്ലാഹ്, ഖാജാന്റെ കൂടെ കുറെ അനുയായികളുണ്ട്. ഇറാനിൽ നിന്ന് വന്നവരുണ്ട്, കാബൂളിൽ നിന്ന് കൂടിയവരുണ്ട്, ലാഹോറിൽ നിന്ന് കൂടിയവരുണ്ട്, ഡൽഹിയിൽ നിന്ന് കൂടിയവരുണ്ട്. കുറെ പുതു മുസ്ലിമീങ്ങളുണ്ട്, ന്യൂ മുസ്ലിംസ് ഉണ്ട്. അവരെല്ലാവരും ഖാജാന്റെ മുരീദീങ്ങളാണ്, മുഹിബ്ബീങ്ങളാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മഹാന്മാരാണ്. അവരോടൊപ്പം അജ്മീറിന്റെ മണ്ണിലേക്ക് വരുന്ന നേരം സുബ്ഹാനല്ലാഹ്, അജ്മീർ ഭരിച്ചിരുന്ന പൃഥ്വിരാജും അവന്റെ അനുയായികളും അവന്റെ പട്ടാളവും ഖാജാനെ ഇറങ്ങാൻ അനുവദിച്ചില്ല. സൗകര്യമുള്ള സ്ഥലത്ത് ഇരിക്കാൻ അനുവദിച്ചില്ല. ഖാജയും അവിടുത്തെ അനുയായികളും അവരുടെ കുതിരകളും വാഹനങ്ങളും ഉണ്ടായിരുന്നു. കുതിരകള്, കഴുതകള്, ഒട്ടകങ്ങള്, അന്നത്തെ വാഹനം അതാണ്. ഇത് 800 കൊല്ലം മുമ്പത്തെ ചരിത്രമായി പറയുന്നത്. 800ഓളം കൊല്ലായി ഖാജ വന്നിട്ട്. ഇന്നലെ വന്നാളെന്തും അല്ല. നമ്മൾ ഈ ഭാഗത്തേക്ക് സഹാബത്ത് തന്നെ വന്നു 1400 ആണ്ട് പിന്നെ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഭാഗത്തേക്ക് ആദ്യമായി ഇസ്ലാം വന്നത് അവരിലൂടെയാണ്. എനിക്ക് തിരിയുന്ന നമ്മളെ കാസർഗോഡിന്റെ മണ്ണ്, ഞങ്ങൾ ഈ ദീനിന്റെ ഈ ചൈതന്യം, ഈ വെളിച്ചം, ഈ രീതിയിലുള്ള ഈ ഒരു സ്റ്റൈല് ദീനിന്റെ ഈ ഈമാനികമായ ഒരു സത്ത്, ഇത് നമുക്ക് കിട്ടിയത് മുസ്തഫായ നബി തങ്ങളെ മദീനയിൽ വെച്ചിട്ട് കണ്ടിട്ട് വന്ന സഹാബത്ത് പഠിപ്പിച്ചതാണ്. സഹാബത്തെ കാളി ചവിട്ടിയ മണ്ണ് കാസർഗോഡിന്റെ മണ്ണ്. ഹിജറ 5 എന്ന് പറയുമ്പോ നബി തങ്ങ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എത്രാമത്തെ വയസ്സില്? 53-ാമത്തെ വയസ്സിൽ, 53-ാമത്തെ വയസ്സിൽ. അപ്പൊ പോയിട്ട് 5 കൊല്ലം എന്ന് പറയുമ്പോ എത്ര വയസ്സായി? 58. അപ്പൊ 58-ാമത്തെ വയസ്സിൽ റസൂലുള്ള മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലം നബി തങ്ങളെ കണ്ട് വിശ്വസിച്ച മദീനക്കാരും മറ്റവരുമായ മാലിക്കുദ്ദീനാറും കൂട്ടരും ഇവിടയിലേക്ക് വന്നോ, ഞങ്ങളെ മലയാളി മണ്ണിലേക്ക് വന്നോ.
ഈ നാട്ടിലേക്ക് വന്നോ. ഇവിടെ വന്നിട്ട് ആ മഹാന്മാർ ഇതുപോലെ ദീന് പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഹയാത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. മലയാളികൾ ഭാഗ്യവന്മാരാണ്, കേരളക്കാർ ഭാഗ്യവന്മാരാണ്, വലിയ ഖൈറുള്ളവരാണ്. സത്യം പറയട്ടെ, കേരളത്തിന്റെ സ്പെല്ലിംഗ് വയ്യ തെറ്റിയതാണ്. ശരിക്കും പറഞ്ഞാ ഞങ്ങളെ കേരളത്തിന്റെ പേര് ഖൈറുള്ള. ഖൈറുള്ള, ഗോഡ്സ് ഓൺ കൺട്രി ഖൈറുള്ള. ഞങ്ങ പിന്നെ ഈ എല്ലാം അപ്രാക്കിട്ട് തന്നെയല്ലേ ചെല്ലണം പറ്റ അല്ലേ അല്ലേ അല്ലേ. ഖൈറുള്ള ഖൈറുള്ളാക്കി ഖൈറുള്ള പല്ല് തുടച്ചത് തുടക്കത്താറ ഖൈറുള്ള അങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് അങ്ങനെ എല്ലാം അങ്ങനെ അല്ലാക്കുന്നു. നല്ല നല്ല പേര് വെക്കും, എന്തെല്ലാം ആക്കിയിട്ട് വിളിക്കും. ഒരിക്കൽ ഒരു പേപ്പറിൽ കണ്ടു മംഗളത്തിന്റെ പരസ്യത്തിന് ഉത്തരദേശക്കാരെ വരെന്നറിയാല. ഇപ്പം അത് കാണുന്നുമില്ല. അവജോറുണ്ടായിരുന്നു. നമ്മൾ മാപ്പിള ജാതിൻ്റെ മാത്രം, വേറെ ആരും മംഗളത്തിൻ്റെ അങ്ങനെ പരസ്യം കൊടുക്കലുമില്ല. അങ്ങനെ ചണ്ടയും മദ്ദളവും ബാട്ടിയിട്ട് മംഗൾ എടുക്കലുമില്ല. നമ്മൾ തന്നെ ഉഷാർ. കാരണം നമുക്കല്ല വേണ്ടി ഇത്ര തന്നിനല്ലേ. പിന്നെ അഹങ്കാരം തീരണല്ല. അപ്പോൾ അതിന് കുറേ പന്തല്ലോ കൊടുക്കും, കുറേ പരസ്യത്തിനും കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടാകുമ്പോൾ ഒരു ചങ്ങായിൻ്റെ മംഗളത്തിൻ്റെ പരസ്യം ആ പേപ്പറിൻ്റെ കട്ടിങ് ഇപ്പോഴും എൻ്റെ ടേബിളിൽ പോകണം. അവിടെ കപ്പാട്ടിൽ ഞാൻ എടുത്ത് വെച്ച് ഞമ്മ ഒരു നല്ല പേരിനെ ബെടക്കാക്കുന്ന കോലം അതിലുണ്ട്. ആരോ ഒരു ചങ്ങനെ മങ്ങാല പുതിയ അവളുടെ പേരെനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവന്റെ മംഗളത്തിന് ആശംസകൾ അർപ്പിക്കുന്നു. ഖത്തറിൽ നിന്ന് ഉച്ചു, അബുദാബിയിൽ നിന്ന് മിച്ചു, സൗദിയിൽ നിന്ന് അച്ചു. ബ്രക്കേറ്റിൽ ശരിക്കുള്ള പേരുമുണ്ട്. ഖത്തറിൽ നിന്ന് ഉച്ചു, ബ്രക്കേറ്റിൽ ഹുസൈൻ. അബുദാബിയിൽ നിന്ന് മിച്ചു മിർഷാദ്, സൗദിയിൽ നിന്ന് അച്ചു ഹസൻ. ഈ അച്ചു ഉച്ചു മിച്ചു നല്ല കളി അല്ല. ഒരു പിരിസപ്പാട്ട് വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല, മോശമൊന്നുമില്ല. പിരിസപ്പാട്ടിൽ അങ്ങനെ വിളിക്കാം, ഒരു പൊങ്കാട്ടത്തിനെ വിളിക്കാം. പക്ഷെ ആ വിളിക്കുന്നതിന് അർത്ഥം പോണം. ഉച്ചു എന്നല്ല, അത് ചെല്ലുമ്പോൾ കുറച്ച് ജാഗ്രത ആക്കി പോകണം. ഉച്ച ഒന്നാമത് പാമ്പിനും പറയും ഉച്ചു ഉച്ചു ചെല്ലേ. ആ മാത്രമല്ല, അതിന് കർണാടക ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉച്ചും ചെല്ലെങ്കിൽ ശരിക്കും 1.5 ഭ്രാന്തെന്ന് അർത്ഥം. ഉച്ചു മെന്റലിസ്റ്റ്. ഇനി ഊടാരം ഉണ്ടെങ്കിൽ ചേഞ്ച് ആക്കണമെന്നില്ല. നേരെ ചെല്ലേങ്ങായി ഭ്രാന്തല്ല ഹുസൈൻ ചെല്ലെങ്കിലായി തീർന്നു. ഞാൻ നിങ്ങളെ വിഷയം പറഞ്ഞല്ല, നമ്മ നല്ലനെ ബെടക്കാക്കുന്ന ഒരു സ്റ്റൈൽ പറഞ്ഞു. കേരളം എന്നത് ഖൈറുള്ള എന്നത് കേരളമായത് അങ്ങനെയാണ്. ഇരിക്കട്ടെ, അജ്മീറിന്റെ മണ്ണിലേക്ക് ഖാജ വന്നപ്പോ പൃഥ്വിരാജ് ചൗഹാനും കൂട്ടറും തടഞ്ഞിട്ട് പറഞ്ഞു അവിടെ പോയി പാർക്കണം. അവിടുന്ന് പാർക്കാൻ പറഞ്ഞിട്ടാകുമ്പോ ഉള്ളതിൽ കുറച്ച് നല്ല ജാഗ കണ്ടു. അവിടെ ഏതാ തന്റെ ഒട്ടകത്തെ കെട്ടിയിട്ടോ, ഖാജാതങ്ങളും മുരീദീങ്ങളും അവിടെ അവരെ വാഹനങ്ങൾ കെട്ടിയിട്ടോ. കിട്ടിയിട്ട നേരം അവിടേക്ക് എന്റെ വട്ടാളം വന്നു. രാജാവിന്റെ വട്ടാളം വന്നിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങളെ കുതിരയും ഒട്ടകവും കഴുതയും കെട്ടാൻ പാടില്ല. ഇത് രാജാവിന്റെ പിന്നെ പട്ടാളത്തിന്റെ കുതിര കഴുത ഒട്ടകങ്ങൾ കെട്ടുന്ന സ്ഥലം. ഈടെ നിങ്ങളത് കെട്ടാൻ കഴിയ ഇടുന്നു പോണോ. അപ്പ ഖാജ പറഞ്ഞു എന്നാ കെട്ടിക്കോട്ടെ, അത് അവിടെ തന്നെ കിടന്നോട്ട്, ഞങ്ങ കെട്ടുന്നില്ല. ഖാജയും കൂട്ടറും അപ്പുറം പോയി. അജ്മീറിന്റെ ആക്രമിയായ ഭൂദൈവാരാധകനായ പൃഥ്വിരാജും അവന്റെ വട്ടാളവും അവന്റെ കുതിരകളും മറ്റു വാഹനങ്ങളും കഴുതകളും കൊണ്ടുവന്നിട്ട് അവിടെ കെട്ടി. സുബ്ഹാനല്ലാഹ്. അന്ന് രാത്രി അവർ കെട്ടിയിട്ട മൃഗങ്ങളെ പിറ്റേന്നായിട്ടും എണീറ്റില്ല. കിടന്ന കിടപ്പില് തന്നെ. അവർക്ക് പിന്നെ ബോധ്യായി എന്തോ പന്തികേടുണ്ടെന്ന്. ഖാജാന്റെ മുന്നിൽ ചെന്നിട്ട് വട്ടാളക്കാർ പറഞ്ഞു മാപ്പ് ഞങ്ങളോട് പൊറുക്കണോ. അപ്പ ഖാജ പറഞ്ഞു സാരമില്ല പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാം ഉഷാറായത്, എല്ലാം എണീറ്റ് പോയത്, എല്ലാത്തിനും ബോധം വന്നത്. ഏതായാലും ഖാജാനെയും കൂട്ടരെയും അവർ സമ്മതിച്ചില്ല, സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഖാജാക്കും കൂട്ടർക്കും ഒതെടുക്കാൻ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. അങ്ങനെയുള്ള സന്ദർഭത്തില് അവിടെ ഒരു മുരീദിന്റെ കയ്യില്, തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യന്റെ കയ്യില് ഒരു ജഗ് കൊടുത്തിട്ട, ഒരു കൂജ കൊടുത്തിട്ട ഖാജ പറഞ്ഞു ഒരിത്തിരി വെള്ളം കൊണ്ടുപോ, കുടിക്കണമല്ലോ, ഒതെടുക്കണമല്ലോ. അന്നവിടെ ഉണ്ടായിരുന്ന വലിയ കുളം, ആ കുളത്തിൽ ചെന്നോ. ആ കുളത്തിൽ നിറയെ വെള്ളമുണ്ട്, നല്ല വെള്ളമാ. അത് രാജാവിന്റെ സ്പെഷ്യൽ കുളമാ. ആ കുളത്തിൽ ചുറ്റുമതാ അമ്പും വില്ലും പിടിച്ചിട്ട് പട്ടാളക്കാറ് കാവലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖാജാ
തങ്ങളെ മുരീദ് അവിടെ അതാ വെള്ളം കോരാൻ വേണ്ടി പോയ നേരത്ത് അവർ എന്ത് ചെയ്തറിയാ? ആ രാജാവിന്റെ പട്ടാളം എന്ത് ചെയ്തറിയാ? ഹാജാന്റെ മുരീദിന്റെ കയ്യിൽ നിന്നിട്ട് ആ ജഗ് വാങ്ങി പിടിച്ചിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, പോക്കോണം, ഇവിടെന്നാ വെള്ളമില്ല. അയാള് നേരെ വന്നിട്ട് ഹാജാട് പറഞ്ഞു, ഹാജാ വെള്ളം തന്നില്ല, കോരിയെടുക്കാൻ സമ്മതിച്ചില്ല. ഹാജ പറഞ്ഞു, പോ, വെള്ളം കൊണ്ടാ പോയിക്കോ. വീണ്ടും പറഞ്ഞേച്ചോ. അതാ കുളത്തിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് പട്ടാളക്കാർ നിൽപ്പുണ്ട്. കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, വാളുണ്ട്, പരിചയമുണ്ട്. അവരുടെ ഇടയിലൂടെ അവര് നോക്കിക്കൊണ്ടിരിക്ക. ഹാജാന്റെ കുട്ടി, ഹാജാന്റെ ശിഷ്യൻ അവിടെ നിന്നതാ വെള്ളത്തിന് വേണ്ടി ഇടയിലേ പോകുന്നു. കുളത്തിൽ നിന്ന് വെള്ളം കോരുന്നു. കോരേണ്ട താമസം ആ ജഗ് നിറഞ്ഞ പാട്, ആ കൂജയിൽ വെള്ളം നിറഞ്ഞ പാട് കുളത്തിലെ വെള്ളം വറ്റിപ്പോയി. ഹാജാന്റെ മുമ്പിലേക്ക് അയാള് വെള്ളവുമായിട്ട് വന്നോ. ഇവർ കണ്ടില്ല, അയാള് വന്നതേ അറിഞ്ഞില്ല. ഉസ്താദ് അതെല്ലാം നേറാ, അങ്ങനല്ല ആവോ? ഇപ്പത്തെ ചില തലതിരിഞ്ഞ ആൾക്കാരെ വാദം. ഇപ്പൊ പിന്നെന്തല്ലോ യുക്തിവാദവും പുത്തനവാദവും അല്ലേ, പിന്നെല്ലാം ചോദ്യം ചെയ്യുന്ന കാലാണ്. എന്തേ ആവാതെ? സഹിയായ ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കള് വീട് വളഞ്ഞു. ഞങ്ങൾ മദ്രസന്റെ ബുക്കിൽ പണ്ടേ പഠിച്ചിന്. നിങ്ങ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? മൊയ്തോ കേൾക്കുന്നല്ലേ? ഞാൻ അത്ര നല്ല ക്ലോസ് ബ്രോ അങ്ങനെ ഓനെ വിളിക്കുന്നത്. ഞാൻ വിളിക്കുമ്പോൾ തലാട്ടം നമുക്കൊരു സമാധാനമാണ്. അത് പിന്നെ നിങ്ങളെ വിളിക്കുന്ന ചേലല്ല, അതൊരു അദബ് കേടല്ല. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നിർത്തുന്നു ഇൻഷാ അല്ലാഹ്. സമയമായി 10:30 ആയിക്കൊണ്ട് വന്ന് ഒരു 10:45 ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറാണ്, നമുക്ക് നിർത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്തഫ, ഇത് ഇങ്ങനെ സംഭവിക്കുമോ? ഇതെല്ലാം ഉണ്ടാവുമോ? ഇതിനെല്ലാം അടിസ്ഥാനം ഉണ്ടാ? ഇത് വണ്ണയല്ലേ? ഇത് നിങ്ങൾ വെറുതെ ഉണ്ടാക്കുന്ന കറാമത്തല്ലേ? കള്ളക്കഥയല്ലേ? കള്ളക്കഥ കുറെ ഉണ്ട്, കള്ളക്കറാമത്തും കുറെ ആൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് കള്ളക്കഥയല്ല. കള്ളക്കഥന്റെ പേര് പറഞ്ഞിട്ട് ഉള്ള കഥനെ ഇല്ലാണ്ടാക്കിയെങ്കിലാവോ? അനാചാരങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഉള്ള നല്ല ആചാരങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റോ? അതങ്ങനെ പറ്റുന്നത് പറ്റല്ല. ജലദോഷം വന്നെന്ന് പറഞ്ഞിട്ട് മൂക്കിന് മുറിച്ചെടുക്കാൻ കഴിയ, അതിന് 4 കുളിക മേങ്ങണം, ഒരു ഡോള മേങ്ങണം, ക്ലിയർ ആവും. എന്ന പോലെ അനാചാരങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ അനാചാരങ്ങളെ മാറ്റിയിട്ട് സദാചാരങ്ങൾ നിർത്തിക്കൊള്ളണം. അനാചാരം കാണുന്നല്ലേ, അവിടെ ചണ്ടല്ലേ, മദ്ദളയല്ലേ, ഉറൂസിന്റെ അവിടെ അങ്ങനെയല്ലേ, ഇങ്ങനെ ഉറൂസിനെ ഇല്ലാണ്ടാക്കിയെങ്കിലാവോ? അജ്മീർ മൗലിദിനെ ഇല്ലാണ്ടാക്കിയെങ്കിലാവോ? അത് പറ്റാല. അവിടെയുള്ള അനാചാരങ്ങൾ തടയാ. മംഗലത്തിന്റെ അവിടെ ചണ്ടയുണ്ട്, അതുണ്ട്, മദ്ദളുണ്ട്, ബാല്യക്കാരെ ബൈക്ക് റേസ് ഉണ്ട് പറഞ്ഞിട്ട് നൗഫലിനെ വിളിച്ചിട്ട് നീ മംഗലന്നാണ്ടാൻ ചെല്ലെങ്കിലാവോ? ഇക്ബാല ഇക്കോ, നീ മംഗലന്നാണ്ട എന്തേ? നിന്റെ പല്ലിൽ ഇന്നലെ ചെണ്ട മുട്ടീന് എങ്ങനെയുണ്ട്? ചെണ്ട മുട്ടീനായിട്ട് മംഗലാൻ കഴിക്കണമെന്ന് സുന്നത്തിന് ഇല്ലാണ്ടാക്കേണ്ടിയല്ല, ചെണ്ടനെ കൊണ്ടോണം. മംഗല നടക്കട്ടെ. അനാചാരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സദാചാരങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റാല. ഏതുപോലെ നിങ്ങക്ക് തിരിഞ്ഞിട്ടില്ലേന്ന്? ജലദോഷം വന്നെങ്കില് മൂക്കട്ട വരുന്നല്ലോ, ഇതെന്തിങ്ങനെ തുമ്മിട്ട് വെടിഞ്ഞല്ലേ പറഞ്ഞിട്ട് മൂക്കിന് എന്നെ കത്തിയെടുത്ത് മുറിച്ചങ്ങാവോ? 4 കുളിയെ മേങ്ങിട്ട് മരുന്നായിക്കോളണോ? ശരിയാവും. മൂക്കിരിക്കട്ടാടെ, മൂക്ക് വേണോ? ഇതെല്ലാം ഉള്ള ചരിത്രങ്ങളാണ്. ഇത് ആധികാരികമാണ്. ഇത് മഹാന്മാർ എഴുതിയതാണ്. ഇത് സംഭവിച്ചതാണ്. ഇതങ്ങനെ സനദ് മുത്തസിലായ സംഭവങ്ങളാണ്. ഇതെന്ത് സംഭവിച്ചൂടാ? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ, ഞാൻ പറഞ്ഞതിന് ശേഷം പോയാൽ മതി ഉസ്താദ്. പോയിട്ടില്ലല്ലേ? പോണ്ട, പറഞ്ഞതിന് ശേഷം പോയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശത്രുക്കൾ നബി തങ്ങൾ രാത്രി ഉറങ്ങുമ്പോ വീട് വളഞ്ഞു. സഹിയായ സംഭവമാണ്. അബൂജഹലേതാ ശത്രുക്കൾക്ക്, നബി തങ്ങളെ കൊല്ലുന്നവർക്ക് ധാരാളം ഓഫറും പറഞ്ഞിട്ടുണ്ട്, ധാരാളം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അത് വാങ്ങാൻ, അത് വിശ്വസിച്ചിട്ട് അബൂജഹലിന്റെ വാക്കും കേട്ടിട്ട് നബി തങ്ങളെ വീട് വളഞ്ഞു ശത്രുക്കള്. അന്ന് റസൂലുള്ള കിടക്കുന്ന വീട്ടില് അവിടെ വേറെ ആരുമില്ല, അലിയാർ തങ്ങളെന്ന കുട്ടിയല്ലാതെ. തന്നെ കൊല്ലാൻ
തന്റെ തലയെടുക്കാൻ, തന്നെ വധിക്കാൻ, തന്റെ വീടക്രമിക്കാൻ, വീടിന്റെ ചുറ്റുമതാ ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ടെന്ന് അല്ലാഹു തആല ജിബ്രീലിലൂടെ അറിയിച്ചപ്പോ മുസ്തഫ നബി തങ്ങൾ എന്ത് ചെയ്തറിയാ? ഇത് കേട്ടോ നല്ല പോലെ കേട്ടോ. മുസ്തഫ നബി തങ്ങൾ ആ വീട്ടിന്റെ മണ്ണിൽ പിന്നെ കളത്തിൽ നിന്ന്, വീട്ടിന്റെ അകത്ത് നിന്ന് ഒരു പിടി മണ്ണെടുക്കുന്നു. ഒരു പിടി മണ്ണെടുത്തിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിന്റെ ചില ഭാഗങ്ങൾ ഓതുകയാണ്. ഫഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഓത്, എന്റെ കൂടെ ഓത്. ഫഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നുള്ള യാസീനിന്റെ ആയത്തോതിയിട്ട് ആ കയ്യിലെടുത്ത ഒരു പിടി മണ്ണ് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. ആ എറിഞ്ഞ മണ്ണിന്റെ പൊടികളെല്ലാം ചുറ്റുഭാഗത്ത് വാളൂരി നിൽക്കുന്ന ശത്രുക്കളെ കണ്ണില് വീണു. അവർ അങ്ങനെ കണ്ണുറുതുന്നതിന്റെ ഇടയില്, കണ്ണിങ്ങനെ തിരുമുന്നതിന്റെ ഇടയില് മുസ്തഫായ റസൂലുള്ളാഹ് ഡോറ് തുറന്ന് ആ ചെറിയ ചെറ്റക്കുടിലിന്റെ വീട് തുറന്നിട്ട് പൊന്നാര നബി തങ്ങൾ അവരുടെ ഇടയിലോട് ഇറങ്ങിപ്പോവുന്നു. സിദ്ദീഖ് തങ്ങളെ കാണുന്നു. സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും നേരെ പോയത് പിന്നെ മദീനയിലേക്ക്. ഹബീബായ നബി തങ്ങളെ ഈ പോയത് ശത്രുക്കൾ കണ്ടിട്ടില്ല. അവർ ഹയാത്തിലുണ്ട്, അവർ ഉറങ്ങിയിട്ടില്ല. അവരെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്. കാരണം അത് വല്ലാത്തൊരു എറിയലാണ്. അത് എറിഞ്ഞാള് ഭയങ്കരമാണ്. അതിലേക്ക് സൂചന നൽകി വിശുദ്ധ ഖുർആൻ പച്ചക്ക് പറഞ്ഞു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഖുർആനാണ്. എന്താ പറഞ്ഞേ? വമാ റമൈത, വമാ റമൈത, നബിയേ നിങ്ങൾ എറിഞ്ഞിട്ടില്ല നബിയേ. ഇത് റമൈത, നിങ്ങ എറിഞ്ഞിട്ടില്ല നബിയേ. പിന്നെ ആരെറിഞ്ഞേ? വലാകിന്നല്ലാഹ റമാ, അല്ലാഹയാണ് എറിഞ്ഞത്. അല്ലാഹ് എറിഞ്ഞേ. ആരെറിഞ്ഞേ? എന്താ ഉണ്ടല്ലേ? ഒന്നുകിലോ ഖുർആന് തെറ്റിനി. അല്ലേ? ആരെറിഞ്ഞേ? അത് അല്ല തന്നെ അറിഞ്ഞ. ഞമ്മ ഈ പറയുന്നതും ഈ ഇരിക്കുന്നതും എന്തും അല്ല തന്ന കഴിവാണ്. അല്ല തന്ന കഴിവല്ലാതെ ലോകത്തൊരു വിരല് പോലും അനക്കാൻ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല. അതിന് മഹാന്മാർ തരുന്നെങ്കിലും ഔലിയാക്കന്മാർ തരുന്നെങ്കിലും അവരെ കറാമത്തായെങ്കിലും അമ്പിയാക്കളെ മോചിതത്തായെങ്കിലും ഏത് സംഗതിയായാലും എല്ലാം അള്ളാന്റെ കുദറത്താണ്, അവന്റെ കഴിവാണ്. അല്ലേ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ വാക്കിനും ജവാബ് ചെല്ലണ്ടേ? അല്ലാഹു അക്ബറും ചെല്ലുമ്പോൾ നമ്മളും ചെല്ലണം അല്ലാഹു അക്ബറും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ നമ്മളും അങ്ങനെ ചെല്ലണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണ്ടേ? ഹയ്യാലു സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്. നിസ്കാരത്തിന് വരി, നിങ്ങൾ പള്ളിയിലേക്ക് വരി, നിസ്കാരത്തിന് വരി എന്ന് പറയുമ്പോ ഞങ്ങൾ എന്തെന്ന് പറയണ്ടേ? ഹയ്യാലു സ്വലാഹ്, എല്ലാരും വരീന്ന അല്ല. ഞങ്ങൾ എന്ത് പറയണം? അപ്പോ അത്ര നേരം ആ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുകൊണ്ടുണ്ടായ ഞങ്ങ അവിടേക്ക് എത്തുമ്പോൾ ഒന്ന് ടൂണ് ചേഞ്ച് ആക്കി. എന്താ ഇത് അർത്ഥം? അയാൾ ഞങ്ങളെ വിളിക്കുന്ന നിസ്കാരത്തിലേക്ക് വരി, നല്ല പണിയെടുക്കാൻ നിങ്ങൾ വരി, വിജയത്തിലേക്ക് വരി എന്ന് വിളിക്കുമ്പോ ഞമ്മ ഇനി ജവാബ് പറഞ്ഞ് ലാ ഹൗല വലാ ഖുവത, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നിസ്കരിക്കാനായാലും നല്ല പണി ചെയ്യാനായാലും നിങ്ങൾ വിളിച്ചെടുത്തേക്ക് വരാനായാലും അല്ല തന്ന കഴിവുണ്ടെങ്കിലല്ലാതെ വരാന് കഴിയില്ല. അല്ല തന്ന കഴിവുണ്ടെങ്കിലല്ലാതെ നിസ്കരിക്കാൻ കഴിയില്ല. എല്ലാ കഴിവും അല്ലാഹ്ക്ക് മാത്രമാണ്. അതാണല്ലോ പറഞ്ഞ നബിയെ, നിങ്ങൾ എറിഞ്ഞിനല്ലാതെ നിങ്ങൾ ഒരു മാധ്യമം മാത്രം, നിങ്ങൾ ഒരു മീഡിയേറ്റർ മാത്രം, നിങ്ങൾ ഒരു കാരണം മാത്രം. മോളെ കെട്ടിച്ചു കൊടുത്തു ബാപ്പ എന്ന് പറയുന്നില്ലേ? ബാപ്പയാ കെട്ടിച്ചു കൊടുത്ത? അല്ല, അല്ലാ. ബാപ്പ ഒരു മാധ്യമം മാത്രം അല്ലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ആയിനെങ്കിൽ ഹാജാക്ക് അങ്ങനാന്ന് ഇപ്പൊ എന്ത് തെറ്റ്? അങ്ങനെ ഇരിക്കോ ഉസ്താദ്?
അത് കളവല്ലേ ഉസ്താദ്? അപ്പൊ ഇത് ഖുർആനല്ലേ? കളവല്ല. അതിന് നീ അതിന് അസൂയക്കാരെന്ന് നല്ല കൊടുക്കട്ട്. നിനക്ക് എന്തേന്ന് ഇപ്പോ? നിനക്ക് കിട്ടിയിട്ടില്ല എന്നാ? നീയും അവരെ പോലെ ആണോ? നിനക്കും കിട്ടും. നീ ഇവിടെ ആട്ടിക്കൊരിക്ക പുണ്യം ഒരിക്കൽ നിസ്കരിച്ചെങ്കൊന്നും നിനക്ക് അവരെ പോലെ ആവാൻ കഴിയാലാ? നീ നഞ്ച് കയറിയിട്ട് കാര്യമില്ല. ഞാൻ നീ എന്ന് പറയുന്നത് നിങ്ങളല്ലാവോ? ആ ഒരു ഓക്കിൽ ഇങ്ങനെ ബേജാറാക്കിയിട്ടില്ല. അല്ല, ചില ആൾക്കാർ അങ്ങനെ എന്തും എതിർക്കും, എല്ലാ നന്മകളും എതിർക്കും. തൊപ്പി വെക്കാൻ കയ്യാ, റസൂലുള്ളാഹി ജലിറ്റ. പിന്നെ തറാവി 20 വേണ്ട, റസൂലുള്ളാഹി ജലിറ്റ. മൗലിദ് വേണ്ട, ഇല്ല, അത് വേണ്ട, ഇത് വേണ്ട. ചില ആൾക്കാർക്ക് വെറുതെ ഒരു വിശ്വാസം ഉണ്ടാക്കുന്ന പണി, വെറുതെ ഒരു വിശ്വാസം ഉണ്ടാക്കും. കുറെ കാലം പിന്നെ ചൊല്ലി മന്ത്രിക്കണ്ട, മന്ത്രം ഇസ്ലാമിലില്ല, അങ്ങനെ തന്ത്രം കുതന്ത്രം മാങ്ങത്തിലും മണ്ണാൻ കെട്ടാൻ ഭയ അവർ തന്നെ ചെല്ലാൻ തുടങ്ങി. മന്ത്രിക്കണമെന്ന് മാത്രമല്ല, മന്ത്രിച്ചിട്ട് ഊതോണോ? ചെല്ലിച്ചിട്ട് അവസാനം ചെല്ലി എന്തറിഞ്ഞാൽ മന്ത്രിച്ചിട്ട് ഊതാന് എതിരിലുള്ള ആൾ കുറച്ച് ലോങ് ഉണ്ടെങ്കിൽ PVC പൈപ്പ് പോലെ പിടിച്ചിട്ട് ഊതോണോന്ന്. ഞങ്ങൾ മുന്നേ മന്ത്രിച്ചിട്ട് ഊതുമ്പോൾ ആലമ്പാടി ഉസ്താദും വലിയ വലിയ മഹാന്മാരെല്ലാം മന്ത്രിച്ചിട്ട് ഊതുമ്പോൾ തമാശ ആയിക്കൊണ്ട് എന്തറിഞ്ഞാൽ കണ്ട അയാൾ ബെത്തൽ തിന്നിട്ട് തുപ്പിട്ട് മേൽ കൂതുന്ന കണ്ടാണ്. തുപ്പുന്നയാ അത് മന്ത്രിച്ചിട്ട് ഊതുന്നല്ലേ? അങ്ങനെ ചെല്ലി ഷിർക്കാക്കി ഒരു തമാശാക്കി ഒരു ബയ്യ ചെല്ലി എന്തറിഞ്ഞാ, നിങ്ങൾ ഊതിയിട്ട് നിങ്ങൾക്ക് സൗകര്യം ആകുന്നില്ലെങ്കിൽ PVC പൈപ്പ് പിടിച്ച് ഇടയ്ക്കെത്തി നോക്കിയേ. ഇപ്പോഴും യൂട്യൂബിലുണ്ട് അത്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ ഇത് മുന്നേ ചെല്ലങ്ങ് എന്താട്ടി ഇതെന്ത് ഇങ്ങനെ അപ്ഡേഷൻ ആക്കി? ഇത് ആധാർ ഗടി ഇങ്ങനെ ലിങ്ക് ആയിക്കൊണ്ട് പോകുന്നത് അപ്ഡേഷൻ ആക്കുക. ഇത് ദീനല്ലേ? 2021 2022 23 വേറെ. ഇതെന്ത് ഇങ്ങനെ? നോക്കൂ, ഇതന്നും ഇന്നും ഒരേപോലെ. എനിക്കൊന്ന് ഉടനെ നിന്നോ, എല്ലാവരും കേട്ടിട്ട് കാതിൻ്റെ ഉള്ളിൽ വിടക്കാക്കണ്ട, എല്ലാ ബുക്കും വായിച്ചിട്ട് കണ്ണും വിടക്കാക്കണ്ട, എല്ലാം കേട്ടിട്ട് നിന്റെ കൽബിന്റെ ഈമാനും കുസുകുസാക്കണ്ട. ശരിക്കും നിന്ന് ആ മഹാന്മാർ ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മരിച്ചുപോയ നല്ലവർ ചെയ്ത ആചാരങ്ങൾ ചെയ്തിട്ട് നിന്നോ. മഹാനായ ഖാജാ തങ്ങൾ ശിഷ്യം പോയിട്ട് ആ വെള്ളം കോരുന്നു, ശത്രുക്കളുടെ ഇടയിൽ പോയിട്ട് കോരിയിട്ട് കൊണ്ടുവന്നു. ഇത് എല്ലാ കിതാബിലും ഉണ്ട്, ഈ ചരിത്രം എല്ലാ കിതാബിലും ഉണ്ട്. അങ്ങനെ കൊണ്ടുവന്ന ആ കോരിയ സമയത്ത് ആ വിശാലമായ കുളത്തിലെ വെള്ളം വറ്റിപ്പോയി എന്ന് മാത്രമല്ല, ആ കിണറിലെ ആ കുളത്തിലെ വെള്ളം മാത്രമല്ല വറ്റിയത്, ഖാജാന്റെ മുരീദ് ഖാജാന്റെ ശിഷ്യൻ ആ ജഗ് കൊണ്ടുപോയി, കൂജ കൊണ്ടുപോയി, പാത്രം കൊണ്ടുപോയിട്ട് ആ കുളത്തിൽ ഇങ്ങനെ വെള്ളം കോരിയ നേരം ആ കുളത്തിലെ വെള്ളം മാത്രമല്ല, അജ്മീറിലുണ്ടായിരുന്ന എല്ലാ കിണറിലെയും പുഴകളിലെയും വെള്ളം വറ്റിപ്പോയി. ചരിത്രം അങ്ങനെയാണ്. പിന്നെ അവർ ബേജാറായി, ഇതെന്ത് കഥ? ഖാജാന്റെ അടുക്കലേക്ക് വന്ന് വെള്ളം കൊടുത്തു, കുടിച്ചു, എടുത്തോ. അവരാകെ ബേജാറായി, പെണ്ണുങ്ങളെ ബേജാറായി, നാട്ടുകാർ ബേജാറായി. സുബ്ഹാനല്ലാഹ്, കുടിക്കാൻ വെള്ളമില്ല, കുളത്തിൽ വെള്ളമില്ല, കിണറിൽ വെള്ളമില്ല. ഇല്ലാത്ത ബേജാറ് അവർക്ക് സംഗതി മനസ്സിലായി. അവർക്കതാ ബേജാറ് കാര്യം ബോധ്യപ്പെട്ടോ. ഇത് ഖാജാന്റെ കുരുത്തക്കേടാണ്, ഖാജാക്ക് ഞങ്ങൾ ചെയ്ത കുരുത്തക്കേട്, അതിന്റെ ഫലമാ. ഖാജാട് ഞങ്ങൾ പെരുമാറിയതിന്റെ ഫലമാണിത്. അതുകൊണ്ട് ഖാജാട് മാപ്പ് കേൾക്കണം. ഖാജാന്റെ മുന്നിൽ വരുന്നു. ഖാജാന്റെ മുമ്പിൽ വന്നിട്ട് പെണ്ണുങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, വെള്ളമില്ല, ഞങ്ങള് കുഞ്ഞുമക്കള് കരയുന്നു, പൊറുക്കണേ, മാപ്പാക്കണേ. ഖാജാ തങ്ങള് മുരീദിനോട് പറഞ്ഞു, മോനെ ബാക്കിയുള്ള വെള്ളം കൊണ്ടുപോയിട്ട് ആ കോരിയെടുത്ത ആ കുളത്തിലേക്ക് ഒഴിച്ചോ. അവിടെ കൊണ്ടുപോയിട്ട് ഒഴിച്ചപ്പോ പഴയപടി വെള്ളം. ആ കോരിയെടുക്കപ്പെട്ട കുളമാണ് ഇന്നും നിങ്ങൾ കാണുന്ന ലൈവ്. ഒന്ന് വീഡിയോ നോക്കിയാൽ മതി, യൂട്യൂബിലെല്ലാം ഉണ്ട്. അനാസാഗർ കുളം, അനാസാഗർ താളാം. എത്ര വലിയ കുളം! ഇടി ഞങ്ങളെ കുഞ്ഞിക്കോണം മുഴുവനും ഉണ്ട്. അതങ്ങനെ ആവുമല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഖുർആൻ ഓതിയിട്ട്. എന്റെ അപ്പുറം ഓതാ, വേറെയുണ്ട് സംഭവം. ഈമാനുള്ളതിനത് മതിയല്ല. അതങ്ങനെ അള്ളാന്റെ അഹ്ലികാർക്ക് അത് അങ്ങനല്ല ആവും. ഞങ്ങൾക്കാന്നില്ലല്ലേ, ഞങ്ങൾ അള്ളാന്റെ ആളായിട്ടില്ലല്ലേ. ഞങ്ങൾ അള്ളാന്റെ ആളായിട്ടില്ല. ഞങ്ങൾ എന്താ അള്ളാന്റെ ആള്? ഇപ്പൊ മറ്റേ റമദാൻ വരും, 3 ഓതും പള്ളിന്റെ ഉള്ളിൽ. 3 അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. 3 ഉണ്ടാവും ഭയങ്കര ജോറിൽ. പാലക്കാറും ബൈസമ്മാറും അതും ഇതും. കടലാസ് പരന്റെ ഉള്ളിൽ നിന്നേ കൊണ്ടിരുന്നത്. എന്തിനറിഞ്ഞാ മുസാഫിന്റെ ഇടയിൽ ഗുർത്ത് അടയാളം വെക്കാൻ ഇങ്ങനെ ആക്കിയിട്ട് പരുന്ന കൊണ്ടിരുന്നത്. ആ 3 തന്നെ, ആ വെച്ച തന്നെ, പിന്നെ എടുത്തിട്ടേ ഇല്ല.
അന്നാവശ്യം 3 പേജിൻ്റെ ഇടയിലുണ്ട്. അത് അങ്ങനെ അടിപൊളികൾ എന്നിട്ട് അന്ന് ഓരെ പറയും ഞങ്ങൾ ആവാത്തന്തേ ഞങ്ങളാ നിങ്ങളെ കുറിച്ച് വെച്ചെങ്കിൽ ഇങ്ങനെ അടയാളം വെച്ച് എങ്ങനാവും? അള്ളാഹു ഞങ്ങളെ മഹാന്മാരെ ഉറക്കത്ത് കൊണ്ട് നന്നാക്കി തരട്ടെ. ചരിത്രം പറയുന്നുണ്ട്, ഈ ഒരു അത്ഭുതം കണ്ടിട്ട് ഇനി കേട്ടോ ഈ ഒരു അത്ഭുതം കണ്ടിട്ട്, ഈ ഒരു കറാമത്ത് കണ്ടിട്ട്, അനാസാഗര താളാവുമായി കുളവുമായി ബന്ധപ്പെട്ട ഈ കറാമത്ത് കണ്ടിട്ട് 80,000 ജനങ്ങള് ഒറ്റയടിക്ക് വിശ്വസിച്ചോ. ഷഹാദത്തിന്റെ കലിമ ചൊല്ലി ദീനിലേക്ക് കടന്നു വന്നു. ആ ഒറ്റ കറാമത്ത് കണ്ടിട്ട് ഒറ്റ ദിവസം 80,000 മുസ്ലിമീങ്ങള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഖാജാന്റെ മുമ്പിൽ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. ഇത്രയും വലിയ മഹാനാണ്. അല്ലാഹു തആല അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരെ മേലെ ഫാത്തിഹ ഓതാനും അവരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ, ഞങ്ങളെ ബേജാറുകളെല്ലാം അല്ലാഹു മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ അജ്മീർ ആണ്ട് അല്ലേ നാളല്ലേ? അപ്പം അതിലെല്ലാം നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങളെ കിടാക്ക കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇരുത്തണം. നല്ല റാഹത്തിൽ മൗലിദ് ഓതണം. ഉസ്താദ് ഉണ്ട്. എത്ര മണിയോളം മുനീസേ? അല്ലേ ഇതായിരുന്നിട്ടെല്ലാം വന്നു 11. ഇനിയിപ്പോൾ പറയാൻ വിചാരിച്ച കുറേ ഉണ്ട്, സമയമില്ല. നിങ്ങളെ ഇരുത്തം കാണുമ്പോൾ ഇനിയും കുറേ ചൊല്ലണമെന്നുണ്ട്. പക്ഷെ അത് വേണ്ട, കുറേ ചൊല്ലിയിട്ട് പിന്നെ അപ്പുറം പ്രാവശ്യം നിങ്ങൾ ചൊല്ലും ലേറ്റായി നിർത്തി. അതിനെക്കാട്ടി പാടിയിട്ട് ചങ്ങായി പാടിയിട്ട് ഓൻ്റെ കൂറ്റുപോയി പിന്നെ വന്നിട്ട് നിങ്ങൾ 4 ആൾ എനിപ്പിക്കറ നിർത്തറ മതിറാ കൂറ്റുപോയും ചെല്ലേണ്ട ആവശ്യമില്ല. എന്തേ അവൻ നിർത്തണം, ഒരു കൂറ്റുപോയി നിങ്ങൾ ചെല്ലണമെന്നില്ല. അപ്പം നിർത്താൻ വേണ്ടി പറഞ്ഞതിന് മുന്നേ നിർത്തിക്കോ. അല്ലാഹു തആല ഞങ്ങളെ ഇൽമ് എനിക്കും നിങ്ങൾക്കും നാഫിയാക്കി തരട്ടെ. മഹാനായ ഖാജ ഇന്ത്യയിലേക്ക് അതുപോലെ ഒത്തൊരു മഹാൻ കടന്നു വന്നിട്ടില്ല. ഹബീബായ നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം വന്ന മഹാനാണ്. ഇന്നും ആ മഹാനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന എത്ര ജനങ്ങൾ, എത്ര പാവപ്പെട്ടവർ അവിടെ ഭക്ഷണം കഴിക്കുന്നു, എത്ര അത്താഴമുണ്ണാന ഗതിയില്ലാത്ത ജനങ്ങളെ ഖാജാന്റെ പേരില് അവിടെ വയറ് നിറയെ ഉണ്ണുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെയുണ്ട്. ഇന്ത്യയുടെ സുൽത്താനാണ്. സത്യം പറയട്ടെ, ഇന്ത്യ മഹാരാജ്യമെന്ന ഞങ്ങളെ നാട്, ഞങ്ങളെ ഏറ്റവും വലിയ നാട്, മറ്റുള്ള നാടുകൾക്കെല്ലാം മാതൃകയാകാൻ പറ്റുന്ന നിലക്ക് ഇസ്ലാമിയത്തിന്റെ ചൈതന്യം തിളങ്ങി നിൽക്കുന്ന ഞങ്ങളെ നാട്, ഈ നാടിന്റെ സത്യത്തിൽ ഈ ഭാരതത്തിന്റെ യഥാർത്ഥ ആത്മീയ രാജാവ്, ആത്മീയ ഭരണാധികാരി, ആത്മീയ സുൽത്താൻ മഹാനായ ഖാജാ. അതുകൊണ്ടല്ലേ ആര് വോട്ടിൽ ജയിച്ചിട്ട് പ്രധാനമന്ത്രിയായെങ്കിലും ഫസ്റ്റ് പോയിട്ട് കാണുന്ന ആടാണ്. നരസിംഹറാവു, വാജ്പേയി, ശങ്കർ, ചന്ദ്രശേഖർ, VP സിംഗ്, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ് എല്ലാവരും സത്യപ്രതിജ്ഞത ചെയ്തിട്ട് അടപോയി ചാദർ വിരിക്കാനും സിയാർത്താക്കാനും. കാരണം അവിടെ വിളിക്കും, ബാ ഇവിടൊക്കെ വന്നിട്ട് പിന്നെ പോ അവിടെ ഇരി. വിളിക്കാതെ ഒരാളും പോയിട്ടില്ല. ഉസ്താദെ ഞങ്ങൾ ഇപ്പത്താള് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മിന്നെ പോയി. നിങ്ങൾ അന്നത്തെ പേപ്പറെടുത്ത് നോക്കി, മിന്നെ പോയി, മുന്നേ വിളിപ്പിച്ചിട്ട് പായില്ല. പേടിക്കണ്ട, ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ അള്ളാന്റെ മഹാന്മാരുണ്ട്. അള്ളാഹു അവരുടെ മദതും ബർക്കത്തും നമുക്ക് നൽകട്ടെ. സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിന് മിന്നെ പോയിട്ട് സിയാർത്ത് ചെയ്ത ആള് ഒരാൾ. ഞാൻ ആനാക്കും ചേനാക്കും ചെല്ലിട്ട് പോയ ആള്. എന്താക്കിയെങ്കിലും ഓം വിചാരിക്കണ്ടേ, അതിൻ്റെ അപ്പുറം വേറൊന്നും നടക്കുന്നില്ല. ഇന്ത്യ എല്ലാവരുമാണ്. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സുന്ദരമായ നാട്. ഇതുപോലെ ഒത്തൊരു നാട് ലോകത്ത് പറയില്ല. നോക്ക് നിങ്ങൾ, ഇതുപോലെ ഒത്തൊരു ഇസ്ലാമിയ ഇങ്ങനത്തെ വയലും കാര്യമെല്ലാം സൗദിയിലുണ്ടാ, റസൂലുള്ളാഹിന്റെ നാട്ടിലുണ്ടാ. ഇങ്ങനെ പറയാനൊന്നും പറ്റാല. എന്ത് പറയണമെങ്കിലും ഹുത്തുബോധാണെങ്കിലും ഗവൺമെന്റിന്റെ കടലാസ് അത് നോക്കിയിട്ട് വായിച്ചോളണം. കണകൂണാണ് കിളി ചെല്ലും പോലെ, തത്ത ചെല്ലും പോലെ. അതിന്റെ അപ്പുറം ഉണ്ടാൻ കഴിയാ അല്ല അങ്ങനല്ലേ? പിന്നെ നമ്മളെ ഇതുപോലത്തെ മദ്രസ ഉണ്ടാ,
നമ്മള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടക്കമുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും മദ്രസ നടത്തുന്നുണ്ട് ഇവിടെ. എത്ര സിസ്റ്റമാറ്റിക് ആണ്, കാണുന്നില്ല? നോക്കാം, ഇങ്ങനത്തെ സംവിധാനം ഇങ്ങ് പുറത്ത് കാണിക്കാലോ, കാണിക്കുക. ഇതുപോലെ പള്ളിയിൽ റാത്തിബും നേർച്ചയും ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു മട്ടും. സത്യം പറയട്ടെ, ഞങ്ങളെ പോലെ 14 ഫർളും ബാക്കി സുന്നത്തും ഒപ്പിച്ചിട്ട് കിതാബില് കണ്ട പോലെ, ഖുർആനില് കണ്ട പോലെ, ഹദീസില് കണ്ട പോലെ നിസ്കരിക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, നോമ്പ് നോക്കുന്നവർ പുറത്തു പറയില്ല. അപ്പൊ നിങ്ങൾ ചെല്ലും ഉസ്താദ് കുറച്ച് ഓവറായ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഞങ്ങളെ ദേശം ഏകദേശം എല്ലാം ക്ലിയർ, ബാക്കിയുള്ളവരെല്ലാം പലതും ഒപ്പിക്കുന്ന കാണും. നമ്മളെ നിസ്കാരമല്ല അതിന്റെ മട്ടം പോലെ, എന്തേ ഞങ്ങൾ അങ്ങനെ പഠിച്ചതേപോലെ. മറ്റന്നാൾ മറ്റേ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ജൈനനും ബുദ്ധനും പാർസിയും എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന നാട്. കൺട്രീസ് ഉണ്ട്, തല്ലുകുലുമാലുണ്ട്, അത് എല്ലായിടത്തും ഉണ്ടാവും. അതിന് മൊത്തത്തിൽ ആർക്കും വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. തീവ്രവാദവും ഭീകരവാദവും മതത്തിന്റെ പേരിൽ ചാർത്തണ്ട. തീവ്രവാദം ഭീകരവാദം എന്നത് ഇസ്ലാമിലില്ല, ഇസ്ലാമിലൊരു പാടേ ഇല്ല. തീവ്രവാദവും ഭീകരവാദവും മുസ്ലിമീകളെ മേലെ വെക്കണ്ട. കാരണം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ആക്രമണങ്ങൾക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും മതത്തിന് പങ്കില്ല. ഒരു മതവും അത് പറയുന്നില്ല. തമിഴ്നാട്ടിലെ ശ്രീ പെരമ്പതൂരിൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി, ലോകം കണ്ട സുന്ദരനായ പ്രധാനമന്ത്രി എന്ന് ചരിത്രം പറഞ്ഞിട്ടുള്ള ശ്രീമാൻ രാജീവ് ഗാന്ധിയെ തമിഴ്നാട്ടിന്റെ ശ്രീ പെരമ്പതൂരിൽ വെച്ചിട്ട് ബോംബിട്ടിട്ട് കൊന്നുകളഞ്ഞത് മുസ്ലിമീങ്ങളല്ല, വേളുപ്പിള്ള പ്രഭാകരന്റെ LTT തീവ്രവാദികളല്ല. അവർ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ആ ബുദ്ധമതം തെറ്റെന്ന് പറയാൻ കഴിയാ? ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന് പറയപ്പെട്ടിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ പ്രിയദർശിനി ഇന്ദിരാഗാന്ധിയെ തന്റെ ലൈബ്രറിയിലേക്ക് പോകുന്ന നേരത്തെ വെടിവെച്ച് കൊന്നത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരായ പട്ടാളക്കാരായ സിഖുകാരായിരുന്നുവല്ല. അതുകൊണ്ട് സിഖ് മതം തെറ്റാണ്, ഭീകരവാദം പഠിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞ അപ്പൊ മതത്തിന് ഭീകരവാദം ചാർത്തണ്ട. ഹിറ്റ്ലറിന്റെയും മുസോളിന്റെയും മതം ഏത് പറയാൻ കഴിയോ നിങ്ങൾക്ക്? 21,000-ലേറെ നിരപരാധികളായ മനുഷ്യരെ, അതിലേറെയും പുഷ്പങ്ങളായ പൂക്കളായ സുബ്ഹാനല്ലാഹ് കുഞ്ഞുമക്കളെ കൊന്നുകളഞ്ഞ, ഫലസ്തീനിന്റെ മണ്ണില് ബോംബിന്റെ മഴ പെയ്യിപ്പിച്ച ജൂതമതത്തിന്റെ അനുയായികള് ആ പണി ചെയ്യുമ്പോ നിങ്ങൾ ജൂതമതത്തെ തീവ്രവാദം എന്ന് പറഞ്ഞില്ലല്ല. എന്തുകൊണ്ട്? മതത്തിനത് ചാർത്താൻ പറ്റല്ല. അപ്പൊ ഇസ്ലാമിനും ചാർത്തണ്ട. അത് വേറെ വെക്ക്. ഒരു മതവും ഇവിടെ അത് പഠിപ്പിക്കുന്നില്ല. ഇല്ല. ഇന്ത്യ പോലത്തൊരു നാട്, ഹിന്ദുസ്ഥാൻ ഹമാരാ സാരേ ജഹാം സേ അച്ഛാ, ഹിന്ദുസ്ഥാൻ ഹമാരാ ഹം ബുൽബുലേ ഹിസ്കി. അല്ലേ, ഞങ്ങളതിന്റെ വാനമ്പാടികളാണ്, ഞങ്ങളതിലെ കുരുവികളാണ്. ഭൂലോകത്ത് വെച്ച് ഏറ്റവും സുന്ദരമായ നാട് ഇന്ത്യയാണെന്ന് പാടിയത് മഹാനായ അല്ലാമാ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല ഞങ്ങൾക്ക് നല്ല ഈമാനും ഹിദായത്തും ഇബാദത്തിനോടുള്ള തൗഫീഖും അല്ലാഹു ഏറ്റിത്തരട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, മഹാനരായ ഹാജാതങ്ങളെ നല്ലോണം ഞങ്ങൾ വിരിശം വെക്കണം. അവരെ മേലൊരു ഫാത്തിഹ എല്ലാവരും ഓതണം, എപ്പോഴും ഓതണം. ഒരുപാട് കടങ്ങൾ, വിഷമങ്ങൾ, ബേജാറ്, അത് ഇത്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ SSLCന്റെ പരീക്ഷ വരുന്നു, പൊതുപരീക്ഷൻ്റെ എല്ലാം വരാൻ ഇയർ ഉണ്ടാവാനായില്ലേ? അല്ലേ ഞങ്ങളെ കിടാനി മദ്രസന്റെ പൊതുപരീക്ഷ 7ാം ക്ലാസ്. എത്ര ക്ലാസ് ഉണ്ട്? +2 വരെ. മാഷാ അല്ലാഹ്. ചെറിയ നാട് ചെല്ലുമ്പോൾ ഇപ്പൊ വലിയ നാടല്ല ഇത് ബണ്ണിൽ ചെന്ന പൈസ തരുന്നതിന് വേണ്ടിയിട്ട് ചെറിയ നാട്. ഞാൻ തമാശയില്ല, ബേജാറാക്കില്ല. ഞാൻ പൊതുവേ ഒരു തമാശക്കാരന്. അൽഹംദുലില്ലാഹ്, വലിയ നാട് എല്ലാം കൊണ്ടും ഖൈർ. നല്ല മനോഹരമായ മദ്രസ, സന്തോഷമായി കാണും. ഇതൊക്കെയല്ലേ നമ്മളെ നാടിന്റെ ബർക്കത്ത്. +2 വരെ മദ്രസ ഉണ്ട്. ഇൻഷാ അല്ലാഹ്
7, 5, 7, 10 +2 എല്ലാം പബ്ലിക് എക്സാമാണ് കുട്ടികൾക്ക്. എല്ലാ എക്സാമും ഒരുപോലെ തന്നെ. പബ്ലിക് എക്സാം ആകുമ്പോൾ കുറച്ചൊക്കെ പ്രത്യേകിച്ചു SSLC അത് ഇതെല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം നല്ല മാർക്കിൽ അവർ പാസ്സാണോ, അവർക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ നല്ല ഓർമ്മശക്തി വേണോ, പഠിക്കാനുള്ള മനസ്സ് വേണോ, പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് വേണോ, അതിനെല്ലാം എന്താക്കണം അറിഞ്ഞാൽ പഠിച്ചോനോ ഒരു ദ്വാരക്കോണോ. പഠിച്ചോനോട് ദ്വാരക്കുന്നതിന് പിന്നെ ഖാജാക്ക്, അജ്മീർ ഖാജാക്ക് മഹാന്മാർക്കെല്ലാം ഒരു ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്ക്. അത് ബേ അടക്കത്ത് ലൈനിലേക്ക് നല്ലൊരു പവർ മുന്നേ ടച്ചാക്കും, അത് ബേ എത്ത് നടക്കും. അങ്ങനെ എല്ലാം തന്നെ. എന്റെ അള്ളാഹ് എന്നെ നേരെ ഞങ്ങളെ മരിപ്പിക്കാൻ കഴിയല്ലേ? എന്തിനീ അസ്രായേലിനെ വിടുന്ന ഇടയിൽ? അതതിന്റെ സിസ്റ്റം അങ്ങനെ. അപ്പൊ അവിടെയൊക്കെ ഒരു ഫാത്തിയെല്ലാം ഓത്, അവരെ പേരിൽ ധർമ്മം സദക്കെല്ലാം കൊടുക്ക്, നല്ല മുറാദെല്ലാം കരുതിയിട്ട്, മരിച്ചുപോയ ഉമ്മാപ്പാനെ കരുതിയിട്ട്, മനസ്സിന്റെ മുറാദ് കരുതിയിട്ട്, തടിയിലുള്ള രോഗങ്ങൾ കരുതിയിട്ട്. അള്ളാഹു ഞങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങളൊന്നും തന്നിട്ടില്ല, തരാതിരിക്കട്ടെ. ചില മനുഷ്യന്മാരെല്ലാം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരാളെ കണ്ട് നല്ല മിഞ്ഞാന്ന്, അയാളെ കൈയെല്ലാം അവിടെ എല്ലാം ബീങ്ങിന്, ഇങ്ങനെ എവിടെയും ബീങ്ങാൻ ബാക്കിയില്ല. ഞാൻ ഇതെന്ത്, അപ്പോൾ അയാളെ ഡയാലിസ് ആഴ്ചയിൽ 3 വട്ടം, ഒരു ഡയാലിസിന് 8-9,000 റുപ്യ. അതെല്ലാം ആക്കിയിട്ട് ഉള്ള ജാഗയും പരയും എല്ലാം പോയിട്ട് ഇപ്പം നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് എവിടെയോ ഒരു ലീസിനിരുത്തിന്. അള്ളാഹു ഷിഫായി കൊടുക്കട്ടെ. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും മക്കളെയും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരെയും കാക്കട്ടെ. ഞങ്ങൾ കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്താക്കട്ടെ. അള്ളാഹു സലാമത്താക്കട്ടെ. താങ്ങാൻ കഴിയാത്ത രോഗം, കട്ടപ്പാടിൻ്റെ അങ്ങേതല കാണുന്ന രോഗം, കുടുംബത്തിനും മക്കൾക്കും വെടിച്ചലാന്ന രോഗം, ഞങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഞങ്ങളെ നിരാശരാക്കി കളയുന്ന രോഗം, ഇബാദത്തിനെ തൊട്ട് മുടക്കി കളയുന്ന രോഗം അള്ളാഹു ഞങ്ങൾക്ക് തരാതിരിക്കട്ടെ.